എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. പ്രദർശനത്തിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ശ്രീ ഹരിലാൽ പ്രദക്ഷിണം എന്ന ഒരു ഡോക്യുമെൻ്ററി ഇവിടെ നിർമ്മിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിൽ ചാത്തമംഗലത്തിൻ്റെ ചരിത്രമുണ്ട്, പൗരാണിക ക്ഷേത്രങ്ങളെപ്പറ്റിയുള്ള കഥാകഥനമുണ്ട്, ഒരു നാടിൻ്റെ വലിയൊരു സംസ്കാരത്തെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. കൂടാതെ അക്കാലഘട്ടങ്ങളിൽ നിലവിലിരുന്ന കാർഷിക വൃത്തികൾ, പാരമ്പര്യ തൊഴിലുകൾ, അതുപോലെ തന്നെ വിവിധ സാമൂഹ്യ സേവന സന്നദ്ധ പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇതെല്ലാം ഈ ഡോക്യുമെൻ്ററിയിൽ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകതയുള്ളത്. നമ്മുടെ പുതിയ തലമുറ അവർ ആധുനിക വിദ്യാഭ്യാസവും പാശ്ചാത്യ ചിന്തകളുടെ പിന്നാലെയും പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് അവർ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തെ അറിയാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ളത്. ഒരു വൃക്ഷം അതിൻ്റെ ഉയരത്തിൽ തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം മണ്ണിനടിയിൽ അതിൻ്റെ വേരുകൾ ആഴ്ന്നു പോകുന്നത് കൊണ്ടാണ്. അതുപോലെ ഒരു നാടിൻ്റെ സംസ്കാരം ഈ മണ്ണിൽ നിലകൊള്ളുകയാണ്. ആ മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങാതെ ഒരു തലമുറയ്ക്കും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. ആത്മാഭിമാന ബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കണമെങ്കിൽ, ദേശസ്നേഹമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കണമെങ്കിൽ, നാടിൻ്റെ സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു തലമുറ, അതിൽ അറിവുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ടായിത്തീരും. അതിന് ഇന്നത്തെ വിദ്യാഭ്യാസം, ആധുനിക വിദ്യാഭ്യാസം അതിന് പര്യാപ്തമല്ല. അമ്മ പറയാറുണ്ട്, ഒരു പക്ഷിക്ക് 2 ചിറകുകൾ ഉണ്ടെങ്കിലേ അതിൻ്റെ ഉയരത്തിൽ പറക്കാൻ സാധിക്കുകയുള്ളൂ. ആ 2 ചിറകുകൾ എന്ന് പറയുന്നത്, ഒന്ന് ആധുനിക വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം, ഭൗതികമായ അറിവുകൾ, ഇതെല്ലാം അതിൽ വരുന്നതാണ്. രണ്ടാമത്തെ ചിറകെന്ന് പറയുന്നത് ആത്മീയ സംസ്കാരമാണ്, ആത്മീയതയെപ്പറ്റിയുള്ള ബോധമാണ്, അവനവനെ പറ്റിയുള്ള ബോധമാണ്, ഈശ്വരനെ പറ്റിയുള്ള ബോധമാണ്, ഈ പ്രപഞ്ചത്തെ പറ്റിയുള്ള ബോധമാണ്. അത് ഈ സമൂഹത്തിന് ഇന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വളരെ ദുഃഖകരമായൊരു സംഗതി. നമ്മുടെ നാടിൻ്റെ സംസ്കാരം അറിയാതെ പോകുന്ന ഒരു തലമുറ ദിശ മാറി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്, വഴിതെറ്റി സഞ്ചരിക്കുന്നു. നടുക്കടലിൽ കിടക്കുന്ന ഒരു കപ്പൽ പോലെ ദിശയറിയാതെ അതെങ്ങോട്ടാ പോകുന്നതെന്ന് അറിയുന്നില്ലെങ്കിൽ എവിടെയെങ്കിലും കടലിലെ മഞ്ഞുമലകളിൽ തട്ടി അത് തരിപ്പണമായി പോകും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതയാത്രയെപ്പറ്റി വ്യക്തമായ ബോധമില്ലാത്ത ഒരു തലമുറയാണ് വളർന്നു വരുന്നതെങ്കിൽ അതിന് നാശമടയാൻ പ്രത്യേകിച്ച് പിന്നെ ഒരു കാലതാമസം ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ സംസ്കാരം മനസ്സിലാക്കാതെ വളരുന്ന തലമുറ എന്ന് പറയുന്നത് അവർക്ക് സന്തോഷത്തിനും ശാന്തിക്കും സമാധാനത്തിനും ഇന്നത്തെ ഭൗതികമായ നേട്ടങ്ങളോ ഭൗതികമായ സുഖഭോഗ വസ്തുക്കളോ ഒന്നും പര്യാപ്തമല്ല. അത് നാശത്തിലേക്ക് മാത്രം കൊണ്ടുപോകുന്നവയുമാണ്. യുവതലമുറയുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന കലഹങ്ങൾ, വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ സാംസ്കാരിക കേന്ദ്രങ്ങളായി, സരസ്വതി മന്ദിരങ്ങളായി മാറേണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് കലാപ കേന്ദ്രങ്ങളായിട്ടും കശാപ്പുശാലകളായിട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് സർവകലാശാലകളിലൊക്കെ ഇടിമുറികളുണ്ടെന്നാണ്. കുട്ടികളെ സ്വീകരിക്കുന്നത് റാഗിങ് തുടങ്ങിയ ഭീകര പ്രവർത്തനങ്ങൾ, മയക്കുമരുന്നിൻ്റെ പ്രവർത്തനങ്ങൾ, മയക്കുമരുന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചുറ്റും ലഹരി മാഫിയ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യുവതലമുറ മയക്കുമരുന്നിൻ്റെ പിടിയിലേക്ക് പോവുകയാണ് അറിയാതെ തന്നെ. കാരണം ഈ സംസ്കാരത്തെപ്പറ്റി ബോധമില്ലാത്തൊരു തലമുറയ്ക്ക് സന്തോഷത്തിനും ശാന്തിക്കും സമാധാനത്തിനും സ്വന്തം വീട് പര്യാപ്തമല്ല, നമ്മുടെ നാടിൻ്റെ സംസ്കാരം അറിയില്ല. പണ്ടുള്ളവർക്ക് എന്നുവെച്ചാൽ ആത്മീയ സംസ്കാരം വഴിക്ക്, ആത്മീയമായ അറിവ് വഴിക്ക് അവർക്ക് സന്തോഷവും ശാന്തിയും സമാധാനവും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് അത് നിലനിൽക്കാത്തതിൻ്റെ കാരണം നമ്മുടെ നാട്ടിൽ ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രങ്ങൾ ഈ ആത്മീയമായ അറിവുകളെ നിലനിർത്താനും ജീവിതത്തിലെ സദാചാര മൂല്യങ്ങളെ നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് ക്ഷേത്രങ്ങൾ വഹിച്ചിട്ടുണ്ടെന്നുള്ളതാണ്.
പ്രദർശനത്തിൻ്റെ 4ാമത്തെ എപ്പിസോഡിൽ ഇവിടെ അവതാരികയായി വന്നിട്ടുള്ളത് കുന്നമംഗലം സ്വദേശിയായ ദേവിക രാജീവാണ്. ദേവിക കുന്നമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. പ്രദക്ഷിണം ഡോക്യുമെൻ്ററിയിൽ അവതാരകയായി അവസരം ലഭിച്ചതിൽ ആദ്യമായി സർവേശ്വരനോട് ഞാൻ നന്ദി പറയുന്നു. അവസരം ലഭിക്കുമെന്നൊരിക്കലും വിചാരിച്ചതല്ല, എന്നാലും ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. അതിൽ ഒരുപാട് സന്തോഷം. പാവനങ്ങളായ ഗംഗ മുതലായ തീർത്ഥങ്ങളും ഋഷിതുല്യരായ സജ്ജനങ്ങളും മഹാക്ഷേത്രങ്ങളുമാണല്ലോ ഭാരതത്തെ പുണ്യഭൂമിയായി നിലനിർത്തുന്നത്. പ്രശസ്തങ്ങളും അല്ലാത്തവയുമായ അനേകം ക്ഷേത്രങ്ങളുടെ ജന്മഭൂമിയാണ് ഈ ദേശം. ഒരു ദേശം ഉണ്ടെങ്കിൽ ഒരു ക്ഷേത്രം ഉണ്ടാകണമെന്ന, ആ ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ ഒരു ചിട്ട ഉണ്ടായിരിക്കും. ആ ചിട്ട നമ്മൾ പാലിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ആത്മനിയന്ത്രണ ശീലമുള്ള ഒരു ജനസമൂഹമാക്കി മാറ്റുവാൻ പര്യാപ്തമായ വിദ്യാഭ്യാസ പദ്ധതികളായിരുന്നു ആ ക്ഷേത്രങ്ങളിൽ നടപ്പിലാക്കിയിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം രാവിലെ ഉണരുക, ഇന്ന് സമൂഹം രാവിലെ ഉണരുന്നില്ല. ഇന്ന് രാവിലെ 10 മണി 11 മണി 12 മണി തോന്നിയ പോലെയൊക്കെയാണ് ഉണരുന്നത്. തോന്നിയ പോലെയുള്ള ജീവിതമാണ്, കുത്തഴിഞ്ഞ ജീവിതമാണ്. ആഹാര നിയന്ത്രണമില്ല, ജീവിതത്തിൽ ഒരു നിയന്ത്രണമില്ല. അമ്മയ്ക്കോ അച്ഛനോ അല്ലെങ്കിൽ സമൂഹത്തിലെ മുതിർന്നവർക്കോ ഒന്നും കുട്ടികളെ നിയന്ത്രിക്കാൻ സാധിക്കാതെയായിരിക്കുന്നു. കുട്ടികൾ അതുകൊണ്ട് തന്നെ ആരെയും ഭയപ്പെടാതെ, ഇന്നത്തെ സമൂഹത്തെയോ സമൂഹ വ്യവസ്ഥിതിയോ ഭയപ്പെടാതെ എൻ്റെ സ്വാതന്ത്ര്യം അത് എനിക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സമൂഹം നിലനിൽക്കില്ല, ദേശം നിലനിൽക്കില്ല, ഒരു രാജ്യം നിലനിൽക്കാൻ അതിന് സാധിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ. അതൊരു തകർച്ചയിലേക്ക് ഒരു സമൂഹം ഒന്നടങ്കം പോകും. അതുണ്ടാകാതിരിക്കണം ക്ഷേത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കണം. ക്ഷേത്രങ്ങളിൽ രാവിലെ എഴുന്നേറ്റ് വരണം. അവരുടെ ആരോഗ്യം, ശാരീരികമായ ആരോഗ്യം, മാനസികമായ ആരോഗ്യം, സാമൂഹ്യപരമായ ആരോഗ്യം, ആത്മീയപരമായ ആരോഗ്യം, ഈ ആരോഗ്യങ്ങൾ നിലനിന്നാൽ മാത്രമേ ഒരു സമൂഹത്തിലെ സമഗ്രമായ ആരോഗ്യമുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് പര്യാപ്തമാണ് ക്ഷേത്രങ്ങൾ. അപ്പോൾ ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് മാനസികമായ ആരോഗ്യം ഒരിക്കലും ഉണ്ടായില്ല. ഇപ്പോൾ സമൂഹമായിട്ട്, നമ്മൾ സമൂഹ ജീവിയാണ് മനുഷ്യൻ. അപ്പോൾ സമൂഹമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കണം. അപ്പോൾ സാമൂഹ്യപരമായ ദേശത്തുള്ളവരെ കാണുക, പരിചയപ്പെടുക, അവരോട് സംസാരിക്കുക, അവരുമായിട്ട് ഒന്നിച്ചൊന്ന് നടക്കുക, ഒന്നിച്ചൊന്ന് പോവുക, ഒന്നിച്ച ആശയങ്ങൾ പങ്കിടുക, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്രങ്ങളൊക്കെ ഒരു കലാശാലകൾക്ക് തുല്യമായ സർവ്വകലകളുടെയും ഒരു കേന്ദ്രമായിരുന്നു. അവിടെ നാടകങ്ങളിലൂടെയും പാട്ടുകളിലൂടെയും നൃത്തങ്ങളിലൂടെയും സാഹിത്യങ്ങളിലൂടെയും എല്ലാം മനുഷ്യനെ ആശയപരമായ ഔന്നത്യത്തിലേക്ക് നയിക്കുന്ന ചിന്തകൾ നൽകുവാൻ പര്യാപ്തമായിരുന്നു ക്ഷേത്രസ്ഥലം. അപ്പം ഇങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിയത് കൊണ്ടാകണം ഹരിലാലിനെ പോലെയുള്ള സംവിധായകർ ഇത്തരം ക്ഷേത്രങ്ങളുടെ ഡോക്യുമെൻ്ററിക്ക് വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുള്ളത് എന്നുള്ളത് വളരെ ആശ്വാസകരമാണ്. ഇന്നത്തെ സമൂഹത്തിലെ ആശങ്കയ്ക്ക് ഒരു പരിഹാരം ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ അവബോധം ജനസമൂഹത്തിൽ യുവതലമുറയിൽ, പ്രത്യേകിച്ച് യുവതലമുറയിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ പരിശ്രമത്തെ തീർച്ചയായിട്ടും അതിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. ഹരിലാലിന് എല്ലാ നന്മകളും ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ ചാത്തമംഗലം എന്ന ദേശത്ത് സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ക്ഷേത്രമാണ് ചാത്തമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം. കാവുകളും പുഴകളും കൃഷിസ്ഥലങ്ങളും നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹീതമായ സ്ഥലമാണ് നമ്മുടെ ചാത്തമംഗലം. ചാത്തമംഗലം ദേശത്തെ പറ്റി പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം കടന്നു വരുന്ന വസ്തുത കാർഷിക ഗ്രാമം എന്നതാണ്. കാലങ്ങൾക്ക് മുമ്പ് തന്നെ കാർഷിക സംസ്കൃതിയുടെ പാരമ്പര്യം വിളിച്ചോതുന്ന ഒരിടമാണ് ചാത്തമംഗലം ദേശം. ശിലാലിഖിതങ്ങളോ ചെമ്പോലകളോ മറ്റോ ഒരു ചരിത്രം അന്വേഷിക്ക് ഇവിടെ കണ്ടെത്താൻ കഴിഞ്ഞെന്ന് വരില്ല. ചാത്തമംഗലം കാർഷിക സമൃദ്ധി കൊണ്ടും കാർഷിക വിഭവങ്ങൾ കൊണ്ടും സമ്പുഷ്ടമായ ഒരു പ്രദേശമാണ്. പണ്ടുകാലങ്ങളിൽ വളരെയധികം പ്രസിദ്ധിയാർജിച്ച ചാത്തമംഗലം ചന്ത കാലാന്തരങ്ങളിൽ അന്യം വന്നുപോയ വസ്തുതയാണ്. കർഷകർ തങ്ങളുടെ കാർഷിക വിഭവങ്ങളും പശു, ആട്, മൂരി തുടങ്ങിയവയെ എല്ലാം വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഇടം കണ്ടെത്തിയത് ചാത്തമംഗലം ചന്തയെയായിരുന്നു. ചന്ത നിന്ന് പോകാനുള്ളൊരു കാരണം ഇപ്പം വെള്ളനൂര്, വിരിപ്പിൽ, കുഴക്കൊടി എല്ലാ ഭാഗങ്ങളിലും എല്ലാ സാധനങ്ങളും ഹാർഡ്വെയർ തൊട്ടിട്ട് എല്ലാ സാധനങ്ങളും അവിടെ കിട്ടുമ്പോൾ പിന്നെ ഈ ചന്തയുടെ ഒരു ആവശ്യം വരാനുള്ള അവിടുത്തെ തദ്ദേശവാസികൾക്ക് എല്ലാവർക്കും അവിടുത്തെ കടയിൽ പോയി വാങ്ങാൻ പറ്റുന്നതിനെ കൊണ്ട് പിന്നെ ചന്തയിൽ വരേണ്ട ഒരു ആവശ്യം ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ ചന്ത നിന്നു പോകാനുള്ളൊരു കാരണം. അത് കാലഹരണപ്പെട്ടു പോകാനുള്ളൊരു കാരണം അതുകൊണ്ട് തന്നെയാണ്. പൗരാണിക പ്രതാപങ്ങൾ തലയുയർത്തിപ്പിടിക്കുന്ന ചില കെട്ടിടങ്ങൾ ഇവിടെ അവശേഷിക്കുന്നുണ്ടെങ്കിലും
കാലഘട്ടത്തിനനുസൃതമായി അവയിൽ ചിലതെല്ലാം പൊളിച്ചു നീക്കപ്പെട്ടു പോയിട്ടുണ്ട്. പുലർച്ചയ്ക്ക് 4 മണിക്ക് തന്നെ ചന്ത തുടങ്ങുമായിരുന്നു ഇവിടെ. കാൽനടയായും കാളവണ്ടിയിലുമായിരുന്നു കർഷകർ തങ്ങളുടെ കാർഷിക വിഭവങ്ങൾ വിൽക്കാനും വാങ്ങാനും എത്തിയിരുന്നത്. വാഴക്കൃഷിയും കപ്പയും ചേനയും മഞ്ഞളുമെല്ലാം ചാത്തമംഗലത്തിന്റെ കാർഷിക വിഭവങ്ങളിൽ മുൻനിരയിൽ നിൽക്കുന്നവയാണ്. പുതുതലമുറയ്ക്ക് ചാത്തമംഗലത്തിന്റെ കാർഷിക പാരമ്പര്യവും ചന്തയും കൃഷിയിടങ്ങളുമെല്ലാം അന്യം നിന്നു പോയെങ്കിലും അതിന്റെ കനലെരിയുന്ന ശോഭ മങ്ങിപ്പോയെങ്കിലും അവ ആഴത്തിൽ ചികഞ്ഞു നോക്കിയാൽ പൊടി തട്ടിയെടുത്താൽ ഒളിമങ്ങാതെ പൂർവാധികം ശക്തിയോടെ ജ്വലിച്ചു നിൽക്കുന്നതായി നമുക്ക് അനുഭവപ്പെടാം. നൂതന സയൻസിന് പിന്നാലെ ഓടിത്തളർന്നു തന്നെ ആയുസ് കുറയ്ക്കുന്ന മനുഷ്യന് മുൻപിൽ പുതുതലമുറയ്ക്ക് വേണ്ടി പഴയകാല ഓർമ്മകൾ അയവിറക്കാൻ ഒരു ദിവ്യപ്രഭയായി മാറട്ടെ ഈ വിശേഷണങ്ങളും. ചാത്തമംഗലത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള ഒരു കഥ ചെത്തുകടവിൽ ഉത്സവം കാണാനെത്തിയ 2 ഗ്രൂപ്പുകൾ തമ്മിലുള്ള വഴക്കാണ്. ഈ ഗ്രൂപ്പുകൾ തമ്മിലുള്ള വഴക്ക് നിരവധി ആളുകളുടെ മരണത്തിൽ കലാശിച്ചു. ഈ പോരാട്ടത്തിന് നേതൃത്വം നൽകിയത് പടനിലത്ത് നായർ സമുദായക്കാരായിരുന്നു. ഇവർ അടിക്കും പടയ്ക്കും മുന്നിൽ നിൽക്കാൻ കഴിവുള്ളവരും അന്നത്തെ കളരി അഭ്യാസ മുറകളിൽ പ്രഗത്ഭരുമായിരുന്നു. ഇതിനോടനുബന്ധമായ ക്ഷേത്രങ്ങളും പടനിലം എന്ന സ്ഥലത്ത് ഇപ്പോഴും സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ക്ഷേത്രം അയിമ്പളത്ത് പടകുരിക്കൽ ക്ഷേത്രമാണ്. 2 വിഭാഗങ്ങൾ തമ്മിൽ നടന്ന പോരാട്ടം നിരവധി ആളുകളുടെ മരണത്തിൽ പിന്നീട് കലാശിച്ചു. ഈ പ്രദേശത്തിന് കുന്നമംഗലം എന്ന് പേരിട്ടു. ഇതിന് ഇരകളായവരെ ചാത്തമംഗലം എന്നും പേരിട്ടു. ഇങ്ങനെയും ഒരു കഥ പഴമക്കാർ പറഞ്ഞു വരുന്നുണ്ട്. മന്ത്രവാദികളുടെ കുടുംബാംഗങ്ങൾ ഇവിടെ ചാത്തമംഗലത്ത് താമസിച്ചിരുന്നു. ഇവർ ഉപാസിച്ചിരുന്നത് കുട്ടിച്ചാത്തൻ ദേവനെയായിരുന്നു. കുട്ടിച്ചാത്തന്റെ സ്ഥലമായതിനാൽ കുട്ടിച്ചാത്തന്റെ സ്ഥലം എന്നറിയപ്പെട്ടു. ഇത് ലോപിച്ചാണ് ചാത്തമംഗലം എന്ന പേരിൽ അറിയപ്പെട്ടത് എന്ന് ഒരു കഥ പഴമക്കാർ പറയപ്പെടുന്നു. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എ സ്റ്റാർ ഗാർഡൻ ഹോസ് ആൻഡ് പോളിമേഴ്സ്, കുന്നമംഗലം, കോഴിക്കോട്. സേക്രഡ് ഹാർട്ട് നാഷണൽ സ്കൂൾ, ജോയ് നഗർ, ചാത്തമംഗലം. Admission started to LKG to 10th standard and +1, +2 classes. Hostel facilities provided to girls and boys. Sacred Heart National School, Joy Nagar, ചാത്തമംഗലം, കോഴിക്കോട്. ഇപ്പോൾ നമ്മുടെ ഭാരതത്തിൽ പല ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും ചെറുപ്പക്കാർ, ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, ലഹരി മരുന്നിനും അതുപോലെ ആൽക്കഹോളിനെല്ലാം അടിമകളാകുന്നു. അതുപോലെ തന്നെ ഭയാനകം സൃഷ്ടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കുട്ടികളുടെ സ്മാർട്ട് ഫോൺ, സെൽഫോൺ എന്നിവയുടെ ഉപയോഗം. പല കുട്ടികളും സ്മാർട്ട് ഫോണിനും ലഹരിക്കും എല്ലാം അടിമകളായി പോകുന്ന വിവരങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും പത്രങ്ങളിലും ടി വിയിലെല്ലാം കാണുന്നത്. അത് നമ്മുടെ സമൂഹത്തിന് ഒരു പോസിറ്റീവ് വളർച്ചയല്ല നൽകുക. വളർച്ച മുരടിച്ച യുവതലമുറകളെയാണ് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്റും രാഷ്ട്രീയക്കാരും മതനേതാക്കന്മാരും സ്കൂൾ അധ്യാപകരും കുടുംബത്തിലെ ഫാമിലി മെമ്പേഴ്സും എല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നല്ല ഭാവിയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഗവൺമെൻറ് മാത്രം ചെയ്യുന്ന ഒരു ജോലിയല്ല. രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും കോളേജ് അധ്യാപകർക്കും എല്ലാം ഈ നല്ല ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വലിയ ഉത്തരവാദിത്വമുണ്ട് എന്ന് ഇത്തരണത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സേക്രഡ് ഹാർട്ട് നാഷണൽ സ്കൂളിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഈ ഡ്രഗ് യൂസ്, ലഹരി യൂസ് ഇതെല്ലാം ഇതുവരെയും ഉണ്ടായിട്ടില്ല. വളരെ സെക്യൂർ, സേഫായ ഒരു ക്യാമ്പസിനുള്ളിലാണ് സേക്രഡ് ഹാർട്ട് നാഷണൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എന്നതുകൊണ്ട് തന്നെ മാത്രമല്ല, സ്കൂൾ പ്രിൻസിപ്പാളും സ്റ്റാഫ് എല്ലാം ഒരു മാസത്തിൽ 2 തവണയെങ്കിലും റാൻഡം ചെക്ക് കുട്ടികളുടെ ബാഗുകളെല്ലാം ചെയ്യുന്നുണ്ട്. അത് ഒരു പരിധിവരെ കുട്ടികൾക്ക് ഇതേക്കുറിച്ചൊരു അവയർനെസ് കൊടുക്കുന്നതിനും ഒരു അവസരമായിട്ടിരിക്കുകയാണ്.
ഏതായാലും എൻ്റെ അഭിപ്രായത്തിൽ ഈ ലഹരി മരുന്നിൻ്റെ എല്ലാം യൂസേജ് നമ്മുടെ ഈ നാട്ടിൽ, കൊച്ചു കേരളത്തിൽ വളരെ അധികം ആഴത്തിൽ വന്നിരിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണവും സഹായങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഗവൺമെൻറ്റിന് ഇത് വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കൂ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചാത്തമംഗലത്തെ സേക്രഡ് ഹാർട്ട് സ്കൂളിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ വിപത്തിൽ നിന്ന് നമ്മുടെ ചെറുപ്പക്കാരെ രക്ഷിക്കുന്നതിന് ഉണ്ടായിരിക്കും എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചാത്തമംഗലം മഹലിൽ ഇപ്പോഴത്തെ സെക്രട്ടറിയാണ്. KSRTC നിന്ന് വിരമിച്ച ആളാണ്. ഇപ്പോൾ ചാത്തമംഗലം എന്ന് പറയുകയാണെങ്കിൽ പഴയ കാലത്ത് ഒരു ചെറിയ പള്ളിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആ പള്ളി ഉണ്ടാവാൻ തന്നെ കാരണം കുഴപ്പത്തെ അഹമ്മദ് കുട്ടി ഹാജി എന്ന ആൾ ഇവിടെ വരികയും പള്ളിക്ക് വേണ്ട, ഇവിടെ പള്ളിയില്ലാന്ന് മനസ്സിലാക്കി ഞാൻ അദ്ദേഹം ഇവിടെ പള്ളിക്ക് വേണ്ടിയ സ്ഥലം ആദ്യം തന്നെ വാങ്ങി പള്ളിക്ക് വഖഫ് ചെയ്ത് തരികയാണുണ്ടായത്. അതിനുശേഷം പള്ളി ഉണ്ടാക്കി, പഴയ പള്ളിയാണ്. അഹമ്മദ് കുട്ടി ഹാജി ഇപ്പം വായക്കാട് ദാറുൽ ഉലമ മസ്ജിദിന് സമീപം അന്ത്യശ്രമം കൊള്ളുകയാണ്. 1950 അയാൾ മരണപ്പെട്ടു. അതിന് മുമ്പ് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ പള്ളി ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ കുറഞ്ഞ കുടുംബങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ പല ഭാഗത്തു നിന്നും വന്ന് താമസിച്ച ആളുകളാണ് ഇവിടെ ഈ മഹലിലുണ്ടായിരുന്നത്. അന്ന് ഇവിടേക്ക് സാധനം എത്തിക്കാനൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നൊരു കാലഘട്ടത്തിലാണ് ഇവിടെ ജീവിച്ചത്. ഇവിടെ അടുത്ത് ചെത്തുകടവ് പാലത്തിൽ അന്ന് പാലം ഉണ്ടായിരുന്നില്ല, ഇവിടെ കട്ട് റോഡുകളായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഈ പാലം റോഡ് കൂടെ കിടക്കണമെങ്കിൽ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ചങ്ങാടത്തിൽ കാളവണ്ടി ചങ്ങാടത്തിൽ കയറ്റിയിട്ടൊക്കെയാണ് ഭക്ഷണങ്ങളൊക്കെ എത്തിച്ചിരുന്നത്. അതേപോലെ വളരെ ബുദ്ധിമുട്ടായി ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി, ഇപ്പം കാലഘട്ടമൊക്കെ മാറി പുതിയ പള്ളി പണിത് അന്നത്തെ ആളുകളുടെ പരിശ്രമം കൊണ്ട് ഒരു 10-15 കുടുംബം നല്ല സന്തോഷത്തോട് ജീവിച്ചിരുന്ന ഒരു മഹലായിരുന്നു ഞങ്ങൾ ഈ ചാത്തമംഗലം മഹല്. അപ്പം അതിൻ്റെ പിൻഗാമികളായ ആളുകൾ ഇവിടെ ഇപ്പോൾ വളരെ കുടുംബങ്ങൾ കൂടുതലായി, വീടുകൾ കൂടുതലായി, ഒരു 400ഓളം വീടുകൾ ഇപ്പോൾ ഞങ്ങളെ മഹലിലുണ്ട്. എന്നാലും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇപ്പോൾ ഞങ്ങൾ ഈ മഹല് മുമ്പോട്ട് പോകുന്നത്. അന്നത്തെ കാലത്ത് ജനങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടാണ് ഇത്രയും പുരോഗതി നമ്മുടെ മഹലിന് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. കോഴിക്കോട് ജില്ലയിൽ എന്നല്ല, കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരു വ്യത്യസ്തമായ ഒരു മഹലാണ് ഞങ്ങളുടെ മഹല്. ഐക്യത്തോടും സ്നേഹത്തോടും സാഹോദര്യത്തോടും കൂടി മുമ്പോട്ട് പോകുന്ന ഒരു മദ്രസ, ഒരു പള്ളി. പല സ്ഥലങ്ങളിലും പള്ളികൾ കൂടുതലുണ്ടെങ്കിലും ഇവിടെ മഹലിൻ്റെ കീഴിൽ ഒരു ജമാഅത്ത് പള്ളി മാത്രമേ ഉള്ളൂ. അത് ഇന്ന് ഈ കാണുന്ന ഈ പള്ളി തന്നെയാണ്. അപ്പോൾ എല്ലാവരുടെയും ആത്മാർത്ഥമായ സ്നേഹം കൊണ്ടാണ് ഇതിങ്ങനെ നിലനിർത്താൻ ഞങ്ങളെ ഈ മഹലിന് കഴിഞ്ഞത്. അത് എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിന്നെ ഈ ചാത്തമംഗലത്തിനെ സംബന്ധിച്ച് ചാത്തമംഗലം പഞ്ചായത്ത് പിന്നെ ജനങ്ങളൊക്കെ മുസ്ലിങ്ങളായാലും എല്ലാവരും ഐക്യത്തോടെ എല്ലാവിധ സഹായങ്ങളും പരസ്പരം ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു നാടാണ് നമ്മൾ ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ. ആ ഗ്രാമപഞ്ചായത്തിൻ്റെ അഭിവൃദ്ധിയും ഐക്യവും തന്നെയാണ് അതിൻ്റെ അഭിവൃദ്ധിക്ക് കാരണം. ചാത്തമംഗലത്ത് ഈ മഹലിൽ ആദ്യമായിട്ട് വന്ന പള്ളി ഇത് തന്നെയാണ്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് വന്നിട്ടുണ്ട് പള്ളി. ഈ പള്ളി വാങ്ങിത്തന്ന ആൾ 1950 മരിക്കുക. പള്ളിക്ക് സ്ഥലം വാങ്ങിത്തന്ന ആൾ പേപ്പത്തൊടി അഹമ്മദ് കുട്ടി ഹാജി മരിക്കുന്ന 1950. അപ്പോൾ അത്ര മുമ്പ് വാങ്ങിത്തന്നിട്ടുണ്ട്. അയാൾ നല്ല ആരോഗ്യവാനായ സമയത്താണ് ഇത് വാങ്ങിത്തരുന്ന തന്നത്. അപ്പം അത്രയും പഴക്കമുള്ളൊരു പള്ളി കൂടിയാണ്. ഈ പള്ളീൻ്റെ കീഴിൽ 4-5 സബ് പള്ളികളുണ്ട്. 5 സുന്നത്ത് നമസ്കാരത്തിൻ്റെ പള്ളികൾ ഇതിൻ്റെ കീഴിലുണ്ട്. അവിടെ നിന്ന് ജമാഅത്തില്ല. അത്രയും പഴക്കമുള്ളൊരു പള്ളി കൂടിയാണ് ഞങ്ങൾ ഈ പള്ളി. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ചാത്തമംഗലം കൂഴക്കോട് AUP സ്കൂൾ, CBSE സ്കൂളുകളായ സേക്രഡ് ഹാർട്ട് നാഷണൽ സ്കൂൾ, വെള്ളന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന സർക്കാർ ആർട്സ് കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ചാത്തമംഗലത്തിൻ്റെ മുതൽക്കൂട്ടാണ്.
ചാത്തമംഗലത്തെ വെള്ളന്നൂർ എന്ന ഗ്രാമം വാഴകൃഷിക്ക് പ്രസിദ്ധമാണ്. അടുത്ത നഗരം മുക്കവും അടുത്ത അങ്ങാടി കെട്ടാങ്ങലുമാണ്. കെട്ടുതാങ്ങൽ എന്നാണ് കെട്ടാങ്ങൽ അങ്ങാടിയെ മുൻപ് അറിഞ്ഞിരുന്നത്. കർഷകർ അടുത്ത നഗരമായ മുക്കത്തേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ പോകുമ്പോൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ കെട്ടുകൾ ഇറക്കി വെച്ച് വിശ്രമിക്കുന്ന ഇടം കൂടിയായിരുന്നു കെട്ടാങ്ങൽ എന്ന സ്ഥലം. ഒരു ആശ്വാസ കേന്ദ്രമായതിനാലാണ് ഈ പ്രദേശം കെട്ടുതാങ്ങൽ എന്നറിയപ്പെട്ടത്. കുന്നുകളും താഴ്വരകളും നെൽവയലുകളും ഉൾക്കൊള്ളുന്ന ഒരു കാർഷിക ഗ്രാമമാണ് ചാത്തമംഗലം. കെട്ടുതാങ്ങൽ ലോപിച്ചാണ് കെട്ടാങ്ങലായത്. ചാത്തമംഗലം പഞ്ചായത്തിലെ ഏറ്റവും വലിയ പ്രധാന ആകർഷണങ്ങളാണ് ചെമ്പക്കോടൻ ചോല, ചാലിയാർ വ്യൂ പോയിന്റ്, സങ്കേതം എന്നീ സ്ഥലങ്ങൾ. പ്രശസ്തങ്ങളും അല്ലാത്തവയുമായ അനേകം ക്ഷേത്രങ്ങളുടെ ജന്മഭൂമിയാണ് ഈ ദേശം. അത്തരം ക്ഷേത്രങ്ങളുടെ ഇടയിൽ അധികം പേരും കേൾക്കാത്ത ചാമ്പൽ മൂടിയ കനൽക്കട്ട പോലെ പൗരാണിക മാഹാത്മ്യവും ചൈതന്യവും ഉൾക്കൊള്ളുന്ന ചാത്തമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം സുപ്രധാനമായ ഒരു സ്ഥാനം വഹിക്കുന്നുണ്ട്. അതിൻ്റെ ഇതപര്യന്തമായ ചരിത്രത്തിലേക്കും ഐതിഹ്യത്തിലേക്കും നമുക്കൊന്ന് പോയി നോക്കാം. ഏതെങ്കിലും ഒരു പ്രതാപിയായ നാടുവാഴിയുടെ കീഴിലായിരുന്നില്ല ഈ ക്ഷേത്രമെന്ന് അതുകൊണ്ട് അനുമാനിക്കാം. വിദ്യാഭ്യാസപരമായി പറയുമ്പോൾ അനവധി കോളേജുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കൊണ്ട് സമ്പുഷ്ടമായ പ്രദേശമാണ് ചാത്തമംഗലം. ചാത്തമംഗലത്തിന്റെ അധിപനായ ചാത്തമംഗലത്തപ്പന്റെ അനുഗ്രഹ വർഷത്താൽ ഇവയെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന കോഴിമണ്ണ ശ്രീരാമക്ഷേത്രവും ക്ഷേത്രത്തിന്റെ തെക്കുഭാഗത്തായി ഏകദേശം തെക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന വെള്ളന്നൂർ കോട്ടോൽ പരദേവതാ ക്ഷേത്രവും ചാത്തമംഗലത്തിന്റെ യശസ്സുണർത്തുന്നതിൽ അനുഗ്രഹം ചൊരിയുന്ന രണ്ടു ചൈതന്യങ്ങളാണെന്ന് പറയാതെ വയ്യ. ചാത്തമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ ദൈനംദിന ഭരണകാര്യങ്ങൾ കോഴിക്കോട് ജില്ലയിലെ ഏറനാട് താലൂക്കിലെ 21 ദേശക്കാരായ നമ്പൂതിരിമാർ ചേർന്ന 12 ഇല്ലങ്ങളിലെ 12 ഊരാളന്മാർ ചേർന്നതാണ്. 12 ഇല്ലങ്ങൾ ഏതെന്ന് വെച്ചാൽ കിഴക്കേ പുതുവാരിടം, പടിഞ്ഞാറേ പുതുവാരിടം, ചോക്കൂർ പുതുവാരിടം, പുഴയ്ക്കൽ കണ്ടമംഗലം ഇല്ലം, ചെറില്ലത്ത് കണ്ടമംഗലം ഇല്ലം, കുന്നത്ത് കണ്ടമംഗലം ഇല്ലം, അരീക്കര ഇല്ലം, കൽപ്പള്ളി ഇല്ലം, പുത്തൂർ പുതുമന ഇല്ലം, പുറങ്കൽ പുതുമന ഇല്ലം, കോരമ്പറ്റ ഇല്ലം, കുഴിപ്പുറത്തില്ലം എന്നിവയാണ്. ഇതിൽ സന്താന പരമ്പരകളില്ലാത്തതിനാൽ പടിഞ്ഞാറെ പുതുവാരിയുടെ ഇല്ലം കാലാന്തരങ്ങളിൽ നശിക്കപ്പെട്ടുപോയി. ക്ഷേത്രത്തിൽ ആദ്യ പ്രതിഷ്ഠ നടത്തിയിരുന്നത് സന്താന ഗോപാലമൂർത്തിയായിരുന്നു. തങ്ങൾക്ക് നല്ല സന്താന ലബ്ധിക്ക് വേണ്ടിയും കുടുംബ ഐശ്വര്യത്തിനു വേണ്ടിയും ശേഷതയ്ക്കും വേണ്ടിയായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നത്. ഉദ്ദേശം 1500 വർഷത്തെ പഴക്കം ഈ ക്ഷേത്രം അവകാശപ്പെടുന്നുണ്ടെങ്കിലും മഹാനായ നാരായണത്ത് പ്രാന്തനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ നടത്തിയതെന്ന് പറയപ്പെടുന്നു. ക്ഷേത്ര മേൽശാന്തിയായ രാമൻ നമ്പൂതിരിയാണ് നമ്മളോടൊപ്പം ഉള്ളത്. ക്ഷേത്ര ഐതിഹ്യങ്ങളും വിശേഷങ്ങളും തിരുമേനി നമ്മളോട് വിശദീകരിക്കും. ചാത്തമംഗലത്തപ്പാ ശരണം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യൽകൃപാദമഹം വന്ദേ പരമാനന്ദമാധവം. വന്ദേ നന്ദവ്രജസ്ത്രീണാം പാദരേണമഭീഷ്ണശാം യാസാം ഹരികഥോൽഗീതം പുനാതിഭുവനത്രയം. അതിപുരാതനമായ ക്ഷേത്രമാണ്. നാരായണത്ത് ഭ്രാന്തനാൽ പ്രതിഷ്ഠിതമായ 12 ഊരാളന്മാരാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പം നിലവിൽ 11 ആൾക്കാരാണുള്ളത്. അതിപ്രധാനമായുള്ള വഴിപാടാണ് ചതുശ്ശതം. സന്താന സൗഭാഗ്യത്തിനും കാര്യസാധ്യത്തിനും വിവാഹം മുതലായ ശരിയാവാനും രോഗശാന്തിക്കും എല്ലാം വളരെ ഉത്തമമാണ് ചതുശ്ശതം. കദളിപ്പഴ നിവേദ്യം, പാൽപ്പായസം, വെണ്ണ നിവേദ്യം മുതലായ വഴിപാടുകളും നെയ്വിളക്ക് എല്ലാം ഭഗവാൻ അതിപ്രധാനമാണ്. അമ്പലത്തിലെ മേശാന്തിയാണ് ഞാൻ. അമ്പലം രാവിലെ 5:30 മുതൽക്ക് 7:30 വരെയും വൈകുന്നേരം രാവിലെ 5:30 മുതൽ 9:30 വരെയും വൈകുന്നേരം 5:30 മുതൽ 7:30 വരെയുമാണ്. ഉള്ളുരുകി പ്രാർത്ഥിച്ചാൽ ഭഗവാൻ അത് കേൾക്കും. അതിൽ ആർക്കും ഒരു സംശയവും വേണ്ട.
ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ക്ഷേത്ര ഊരാളന്മാരിൽ ഒരാളായ അരീക്കര ദാമോദരൻ തിരുമേനിയാണ്. നമസ്കാരം തിരുമേനി. നമസ്കാരം. ക്ഷേത്ര ഊരാളന്മാരെ കുറിച്ച് വിശദീകരിക്കാമോ? കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കായേന വാച മനസ്സേല്ലിയർവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൻ കരോമി യജ്ഞൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. എൻ്റെ ജ്യേഷ്ഠനായ ശങ്കരദാമോദരി 11 ഊരാളന്മാരിൽ ഒരാളാണ്. ഉദ്ദേശം 1500 വർഷത്തെ പഴക്കം ഈ മഹാക്ഷേത്രം അവകാശപ്പെടുന്നു എന്നുണ്ടെങ്കിലും മഹാനായ നാറാണത്ത്, അതായത് നാരായണത്ത് മംഗലത്ത് ഭ്രാന്തനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയതെന്ന് പറയപ്പെടുന്നു. അടുത്തതായി നമ്മുടെ കൂടെയുള്ളത് ക്ഷേത്രം മേൽശാന്തിയുടെ അമ്മയായ നങ്ങേലി അന്തർജനമാണ്. അമ്മേ നമസ്കാരം. അമ്മയെ ക്ഷേത്രത്തെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് കേട്ടല്ലോ, അതേക്കുറിച്ച് വിശദീകരിക്കാമോ? ഞാൻ ഈ ക്ഷേത്രത്തിലെ ഊരാള കുടുംബത്തിലെ ഒരാളാണ്. ശാന്തി കഴിക്കുന്നയാളുടെ അമ്മയാണ് നങ്ങേലി അന്തർജനം. ഞാൻ 2 തവണ ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിൽ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഒരു തവണ കാലിക്ക് വയ്യായിരുന്നു. കാലിക്ക് വയ്യാണ്ട് അങ്ങനെ രാത്രി ഉറക്കം വരില്ല കാലത്തെ കാലിന്. അപ്പം അങ്ങനെ കിടക്കാൻ വയ്യ, അപ്പോൾ ഇരിക്കും. അങ്ങനെ ഒരു തവണ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒന്നിങ്ങനെ മയങ്ങി. വെളിച്ചങ്കാലായിരുന്നു. അതുവരെ അങ്ങനെ ഉറങ്ങിയില്ല. അപ്പോൾ മയങ്ങിയ സമയത്ത് ഉറക്കത്തിൽ ഒരു ഉണ്ണീനെ എടുത്ത് കണ്ടു, ചെറിയൊരു ഉണ്ണീനെ. അപ്പം ഞാൻ കണ്ടപ്പോൾ ഈ ഉണ്ണീൻ്റെ കൗതുകം കൊണ്ട് 2 വയസ്സേ പ്രായമുള്ളൂ. കൗതുകം കൊണ്ടേക്ക് ഈ വേദനേൻ്റെ ഓർമ്മ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ അവിടുന്ന് എണീക്കാൻ നോക്കി, നീറ്റ് ഉണ്ണീനെ എടുക്കാൻ നോക്കി. അപ്പോൾ അത് 4 അടി കണ്ട് നടന്നു. അപ്പോൾ വാതിലൊക്കെ അടച്ചിട്ടതാണ്, പക്ഷേ അത് ഓർമ്മയിലൊന്നുമില്ല. വാതിലടച്ചോ നോക്കാനില്ല, ഉണ്ണി ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ അമ്പലത്തിലെ ചെറിയൊരു മുണ്ടുണ്ട്, അതാണ് ഉടുത്തത്. അതിങ്ങനെ ഒരു തല കിഴിഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. അതൊരു കൈ കൊണ്ട് താങ്ങീനോ അങ്ങനെ പോവുക. അപ്പോൾ ഞാൻ വേഗം ഇങ്ങനെ നടക്കും ഉണ്ണീനെ എടുക്കാനായിട്ട്. ഉണ്ണി 4 അടി പിന്നോട്ട് നോക്കും, പിന്നെ വേഗം നടക്കും. അങ്ങനെ നടന്ന് കുറച്ചാണ്ടെത്തിയാൽ ഞാൻ പിന്നാലല്ലേന്ന് പിന്നെയും നോക്കും, പിന്നെയും ഇങ്ങനെ നടക്കും. അങ്ങനെ നടന്ന് ആ പടിഞ്ഞാറ് നടയിൽ വാലൊക്കെ ഉണ്ടല്ലോ, വാലിൻ്റെ അടുക്ക് അവിടെ എത്താൻ കാലത്ത് അങ്ങനെ നോക്കി നിൽക്കുക. ഞാൻ പതുക്കെ കയറി ആദ്യത്തെ കുത്തലൊക്കെ കയറി. എൻ്റെ കാലിൻ്റെ വേദന ഞാൻ മറന്നു. കുത്തലൊക്കെ കയറി. അപ്പോൾ ഈ പടിഞ്ഞാറ് ഭാഗത്തിൽ അമ്മരപ്പീമിൽ അവിടെ കയറി ഇങ്ങനെ നിന്നു. അപ്പോൾ ഞാൻ വേഗം ചെന്നൊന്നും എടുക്കാതെ വാതിക്കലെത്തിയപ്പോൾ ഉണ്ണി മറന്നു പോയി, കണ്ടില്ല. അപ്പോൾ ഉണർന്നപ്പം വേദനയ്ക്ക് കുറേ മാറ്റമുണ്ട്. വേഗം നടന്നില്ലേ, സ്വതവേ നടക്കാൻ വയ്യായിരുന്നു. ആ വേദന കുറേ മാറി. അതെനിക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഈ അമ്പലത്തിൽ നിന്ന്. അങ്ങനെ എനിക്ക് ഭഗവാനിലൊരു വിശ്വാസം കൊണ്ട് കുറേ കീർത്തനങ്ങൾ എഴുതാൻ. പഠനമൊന്നുമില്ല, സ്കൂളൊന്നും കണ്ടില്ല. എന്നാലും എങ്ങനെയാണ് കീർത്തനം വന്നു ചോദിച്ചാൽ ഉള്ളിലിങ്ങനെ കീർത്തനം വരികളായിട്ട് വരും. അതപ്പോൾ ഞാൻ എഴുതിയിരിക്കും. അങ്ങനെ കുറച്ച് 2 ബുക്കുകൾ എഴുതി. അതിൽ ആദ്യം എഴുതിയ ബുക്ക് തീർന്നതും ഭഗവാന്റേതാണ്. രണ്ടാമത്തെ എഴുതിയ ബുക്ക് പണ്ട് ഞാൻ ഇവിടെയൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഇവിടെ നിന്നുണ്ടായിട്ടുണ്ട്. അങ്ങനെ വന്നുള്ള അനുഭവങ്ങളൊക്കെ കീർത്തനങ്ങളായിട്ട് അങ്ങോട്ട് എഴുതി. അതൊക്കെ വരികളായിട്ട് ഇങ്ങനെ വരും. അപ്പം ഞാൻ കീർത്തനമൊക്കെ എഴുതും. അങ്ങനെയാണ്. അപ്പം ശ്ലോകങ്ങളും ഉണ്ട്, കീർത്തനങ്ങളും ഉണ്ട്. പിന്നെ ഹനുമാൻ്റെ കീർത്തനമുണ്ട്, ശ്രീരാമൻ്റെയൊക്കെ. അതൊക്കെയാണ് അതിൻ്റെ ഉള്ളടക്കം. ഹനുമാൻ്റെ ഒരു 10-12 ശ്ലോകങ്ങളായിട്ടുണ്ട്. ആദ്യത്തെ ബുക്ക് സ്മരണിക, ആ ഭഗവാന്റെ പേരിൽ കൂട്ടണം. രണ്ടാമത്തെ ബുക്ക് സ്മൃതികൾ, അതിലേക്കും കൂട്ടണം. ക്ഷേത്രം ഊരാളന്മാരിൽ ഒരാളായ കൃഷ്ണൻ തിരുമേനിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. തിരുമേനി നമസ്കാരം. നമസ്കാരം. ഈ ദേശത്തിന് ചാത്തമംഗലം എന്ന പേര് എങ്ങനെ വന്നെന്ന് വിശദീകരിക്കാമോ? മംഗലം എന്ന പേര് വന്നത് ഞാൻ മനസ്സിലാക്കിയിടത്തോളം പറയാം. ഈ വളരെ പുരാതനമായിട്ട് ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടാകുന്നതിനേക്കാളും മുമ്പ് തന്നെ ഇവിടെ ശാസ്താവിൻ്റെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു.
അത് വളരെ പ്രസിദ്ധമായുള്ളതായിരുന്നു. ആ ക്ഷേത്രത്തിൽ പിന്നെ ശാസ്താവിൻ്റെ ആ പ്രസിദ്ധി കൊണ്ട് ഈ പ്രദേശത്തിന് തന്നെ ശാസ്തമംഗലം എന്നുള്ള പേര് വന്നു. അത് പിന്നെ ലോപിച്ച് ശാസ്തമംഗലം എന്നായതാണ്. ആ ക്ഷേത്രം കാലപ്പഴക്കത്തിൽ ജീർണിച്ച് അത് ഇല്ലാതെയായി. അതിൻ്റെ ശേഷം വളരെ കാലം കഴിഞ്ഞതിന് ശേഷമാണ് ഈ പ്രദേശത്ത് ഇവിടെ ഇന്നത്തെ നിലയിൽ ഒരു ക്ഷേത്രം ഉണ്ടായത്. നാറാണത്ത് ഭ്രാന്തൻ്റെ പ്രതിഷ്ഠയാണ് ഇവിടെ. ഒരു ഐതിഹ്യം പറയുന്നത് കേട്ടതാണ്. പണ്ട് ഇവിടെ പൂജിച്ച് ഒരു തന്ത്രി പൂജിച്ച് വെച്ച് അതിൻ്റെ അന്നപ്പം പെലയോ ആയിട്ട് തുടരാൻ പറ്റിയില്ല. അപ്പോൾ യാദൃശ്ചികമായിട്ട് നാറാണത്ത് ഭ്രാന്തൻ ഇങ്ങോട്ട് വരികയാണ്. കയ്യിലൊരു മത്സ്യക്കൊലയുണ്ട്, ഇതും ഈ പഴങ്കഞ്ഞിയുണ്ട്, ഒക്കത്തൊരു കുട്ടി ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടീനെ വിറകടുപ്പിൽ ചിരക്കടുപ്പിൽ വെച്ചിട്ട് ആ കയ്യിലുണ്ടായിരുന്ന മത്സ്യം കദളിപ്പഴമായി, ഈ പഴങ്കഞ്ഞി പായസമായി. അതപ്പം പ്രതിഷ്ഠിക്കാൻ നോക്കിയപ്പം വിഗ്രഹത്തിന് ഒരു ഗർഭമുണ്ടെന്ന്. അപ്പോൾ ഒരു ഉളി എടുത്തിട്ട് ഒന്ന് തട്ടി നോക്കിയപ്പം ഒരു തവളയും കുറച്ച് വെള്ളവും പുറത്തേക്ക് ചാടി. എന്നപ്പോൾ ആ വിഗ്രഹം ഇവിടെ ഈ കുളത്തിൽ നിക്ഷേപിക്കേണ്ടായത്. അതപ്പോൾ ഈ കുളം തീർത്ഥക്കുളമായിട്ട് വളരെ പ്രധാനമാണ് ഭഗവാന്റെ. അപ്പോൾ ഒരു വിഗ്രഹത്തിന് അപ്പോൾ അവിടെ ഓവുതാങ്ങി കല്ലുണ്ടായിരുന്നു. ആ കല്ല് എടുത്തിട്ട് കണ്ണ് മൂക്ക് എന്നൊക്കെ പറഞ്ഞിങ്ങനെ നാരായണ ഭ്രാന്തൻ ഇങ്ങനെ തൊട്ടപ്പം അതൊക്കെ അതേ രൂപത്തിൽ വളരെ നന്നായിട്ട് വന്നു. അപ്പോൾ ആ വിഗ്രഹം എടുത്തിട്ട് ഭഗവാൻ ഇത് പ്രതിഷ്ഠിക്കാൻ ചോദിച്ചപ്പോൾ ഇവിടെ പൂജിച്ച് വെച്ചത് പാർത്ഥസാരഥീൻ്റെ ഇതായിട്ടാണ് പൂജിച്ചിരുന്നത്. അപ്പം ഈ ഊരാളന്മാരോട് ചോദിച്ചപ്പം ഇവിടെ ആൾക്കാരോട് ചോദിച്ചപ്പം ഒരു സന്താനഗോപാലം പ്രതിഷ്ഠയാണെന്ന് പറഞ്ഞു. അന്നപ്പം സന്താനഗോപാലായിട്ടാണ് പ്രതിഷ്ഠിച്ചത്. അപ്പോൾ ഈ ഇത് പൂജിച്ച കലശം ആടും ചെയ്ത് പുറത്ത് വന്ന് നോക്കുമ്പോൾ 2 ചൈതന്യമായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇയാൾ നാറാണത്ത് ഭ്രാന്തന് കാര്യം മനസ്സിലായി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിനീർ പോയിന്റ് നിയർ ചാത്തമംഗലം ജുമാ മസ്ജിദ്, മുക്കം റോഡ്, വെസ്റ്റ് ചാത്തമംഗലം. ഗുണമേന്മയുള്ള ഇന്ത്യൻ വിദേശ നിർമ്മിത ബ്രാൻഡുകൾ, പ്ലൈവുഡ്, WPC, PVC ബോർഡ്, ലാമിനേറ്റ്, കിച്ചൺ ആക്സസറീസ്, വിനീർ, WPC ഡോർ ഫ്രെയിം എന്നിവയുടെ വിപുലമായ ശേഖരം. ഇവയെല്ലാം ഫാക്ടറി വിലയിൽ ലഭിക്കുന്നതാണ്. ദിവ്യദൃക്കായ ആചാര്യനൊഴികെ മറ്റുള്ളവരെല്ലാം ഇതറിഞ്ഞപ്പോൾ അത്ഭുതപ്പെട്ടുപോയി. വിഷമിതനായ ആചാര്യൻ നിങ്ങളും ഇതുപോലെ 2 അഭിപ്രായക്കാരാവും എന്ന് ശപിക്കുകയുണ്ടായി. പ്രതിഷ്ഠ നടത്തിയ ഗുരുവിന്റെ അനിഷ്ടത്തിൽ ഭയവും വ്യസനവും കൊണ്ട് എല്ലാവരും സ്തംഭിച്ചു നിന്നുപോയി. ഈ രംഗം അങ്ങനെ നിശ്ചലവും നിശ്ചേതനവും ആയിരിക്കെ നാറാണത്ത് ദക്ഷിണ പോലും സ്വീകരിക്കാതെ കിഴക്കേ നടയും കടന്നുപോയി കളഞ്ഞു. അദ്ദേഹത്തിന് പിന്നാലെ ചെന്ന ഭക്തജനങ്ങളും ഏകദേശം അരനാഴിക ദൂരം പോയിട്ടുണ്ടെങ്കിലും അവരെല്ലാം ഓടിച്ചെന്ന് സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് ആ മഹാത്മാവിനോട് മാപ്പപേക്ഷിച്ചു. ഭക്തരുടെ സങ്കട അപേക്ഷയിന്മേൽ തെറ്റു പുറത്തു കൊടുത്ത് ഭഗവാൻ അവർക്ക് ശാപമോക്ഷം കൊടുക്കുകയും ചെയ്തു. ഈ സ്ഥലത്ത് ഒന്നിച്ചുകൂടി സംസാരിച്ചാൽ യോജിപ്പുണ്ടാവും നിങ്ങൾക്കെല്ലാവർക്കുമെന്ന് പറഞ്ഞ് അവരിൽ നിന്നും ദക്ഷിണയും വാങ്ങി അദ്ദേഹം അവിടുന്ന് യാത്രയായി. തങ്ങൾ ചെയ്തു പോയ തെറ്റിന് പ്രായശ്ചിത്തം കിട്ടിയ സന്തോഷത്തിൽ ഭക്തജനങ്ങൾ ആശ്വാസപൂർവം അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു. ക്ഷേത്രപൂജാദികൾ പാർത്ഥസാരഥി സങ്കല്പത്തിൽ തുടരുകയും ചെയ്തു. അപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് സുന്ദരേട്ടനാണ്. സുന്ദരേട്ടൻ ക്ഷേത്രം ആഘോഷ കമ്മിറ്റി ചെയർമാനായി നിന്നിട്ടുണ്ട്. അതേക്കുറിച്ച് വിശദീകരിക്കാമോ? പുനരുദ്ധാരണം കഴിഞ്ഞ ശേഷം 1997 മുതൽ 2017 മുതലാണ് ഉത്സവം നടത്തി വരാറുള്ളത്. കഴിഞ്ഞ 8 വർഷമായിട്ട് എല്ലാ വർഷവും ഉത്സവം നടത്താറുണ്ട്. കുംഭമാസത്തിലെ പൂയ നക്ഷത്രത്തിലാണ് ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാന ദിനം ആഘോഷിക്കാറ് സാധാരണയായി. ചിലപ്പോൾ 4 ദിവസമാവും, ചിലപ്പോൾ 5 ദിവസം ഉണ്ടാവാറുണ്ട്. 6 വർഷമായി ഞാൻ തന്നെയാണ് ചെയർമാൻ. 1 വർഷം ഫിനാൻസ് കമ്മിറ്റിയുടെ ചെയർമാനുമായിരുന്നു.
വളരെ ഭംഗിയായി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് ക്ഷേത്ര ദർശനം നടത്തി പോകാറുണ്ട്. ഈ പ്രദേശത്തിൻ്റെ അമ്പലമാണ്, ഈ ദേശത്തിൻ്റെ അമ്പലമാണ്. ഈ പ്രദേശത്തിൻ്റെ ഐശ്വര്യത്തിനും എല്ലാറ്റിനും ഈ ക്ഷേത്ര ആരാധന നമുക്ക് എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ പൂർവാധികം ഭംഗിയോടെ എല്ലാ വർഷവും ഭംഗിയായി നടക്കുന്നു. അതിനുള്ള എല്ലാ സാമ്പത്തിക സഹായങ്ങളും ഇവിടുത്തെ ഭക്തജനങ്ങൾ നൽകി വരാറുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് ക്ഷേത്രത്തിൽ വെച്ച് നടന്ന ദേവപ്രശ്നത്തിലും തെളിഞ്ഞിട്ടുള്ളതാണ് ഈ മഹത്തായ പ്രതിഷ്ഠാ ചരിത്രം. നൂറ്റാണ്ടുകൾക്ക് ശേഷം ക്ഷേത്രത്തിൻ്റെ തെക്കേ വാതിലാടത്ത് ശ്രീകോവിലുണ്ടാക്കി നാറാണത്ത് ഭ്രാന്തനെ പ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. ഇതിന് വിഭിന്നമായ അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നുണ്ട് എങ്കിലും നാറാണത്ത് ഭ്രാന്തൻ്റെ പ്രതിഷ്ഠ ഒരിക്കൽ പ്രതിഷ്ഠിച്ചാൽ പിന്നീടത് മാറ്റാൻ വളരെ പ്രയാസവുമാണ്. ക്ഷേത്രത്തിൻ്റെ വടക്കുഭാഗത്തായി മുൻപൊരു നാഗക്കോട്ട ഉണ്ടായിരുന്നു. കാലാന്തരങ്ങളിൽ അത് നശിക്കപ്പെട്ടു പോയെങ്കിലും ഇന്നത് പുനർപ്രതിഷ്ഠ നടത്തി ആരാധന നടത്തി പോരുന്നുണ്ട്. തിങ്കൾ ജയനത്തിന് ഗുരുവായൂരിലും മറ്റും പോകും പോലെ അടുത്തുള്ള ദേശക്ഷേത്രങ്ങളുടെ പരിധിയിൽപ്പെട്ടവർ ഇവിടെ വരിക പതിവായിരുന്നു. നിത്യപൂജകളും വിശേഷ അടിയന്തിരങ്ങളും 10 കൊല്ലം കൂടുമ്പോൾ ഓത്തൂട്ടും അഥവാ ത്രിസന്ധയും വളരെ ഭംഗിയായി ഇവിടെ നടന്നിരുന്നു. അങ്ങനെ ഈ ക്ഷേത്രം ഭക്തജനങ്ങളുടെ ആരാധനാ കേന്ദ്രവും വേദത്തിൻ്റെ വളർച്ചയ്ക്കും പ്രചരണത്തിനുമുള്ള സങ്കേതവുമായി വളർന്നു വന്നു. ഈ നില തുടർന്നുകൊണ്ടിരിക്കെ മലബാറിൽ ടിപ്പുവിൻ്റെ പടയോട്ടമുണ്ടായി. ക്ഷേത്ര പരിസരത്തും ഇത് സംബന്ധമായി കുറേ ജീവഹാനികൾ സംഭവിക്കുകയുണ്ടായി. എങ്കിലും അത് ക്ഷേത്രത്തിനെ സാരമായൊന്നും ബാധിച്ചില്ല. മാപ്പിള ലഹളയുടെ കൊടുങ്കാറ്റിൽ അനേകം ഹൈന്ദവ ആരാധനാലയങ്ങൾ നിലംപതിച്ചെങ്കിലും ചാത്തമംഗലം ക്ഷേത്രം ആ ഘോര വിപത്തിനെ അതിജീവിക്കുക തന്നെ ചെയ്തു. ദേവസ്വം എന്നാൽ ദേവന്റെ ഭൂമിയെന്നും ബ്രഹ്മസ്വം എന്നാൽ ബ്രാഹ്മണന്റെ ഭൂമിയെന്നുമാണ് പറയപ്പെടുന്നത്. ഇഷ്ടം പോലെ കാർഷിക വിഭവങ്ങളും മറ്റും ഗണ്യമായി ക്ഷേത്രത്തിലേക്ക് വന്നിരുന്നു എങ്കിലും 1957 ഭൂപരിഷ്കരണ നിയമം വന്നതിന് ശേഷം പാട്ടഭൂമിയിൽ നിന്നും കാർഷിക വിഭവങ്ങൾ ക്ഷേത്രത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് വൻതോതിൽ കുറഞ്ഞു. തൽഫലമായി അന്ന് ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന ദേവപ്രീതിക്കായി ആരംഭിച്ച പലവിധം ഉത്സവങ്ങളും ക്രമേണ ഭോജനലബ്ധിക്കായി മാത്രം തരംതാഴുകയും വേദത്തിൻ്റെ പ്രചാരം തന്നെ മുട്ടിയ നിലയിൽ എത്തുകയും ചെയ്തു. ക്ഷേത്ര കുടുംബാംഗങ്ങളിൽപ്പെട്ട പലരും കൂടുതൽ സാമ്പത്തിക വരുമാനങ്ങൾ തിരഞ്ഞുപോയി. ചിലരെല്ലാം കുലവിദ്യയായ വേദാധ്യായനം തുടർന്നെങ്കിലും വേണ്ടത്ര പ്രോത്സാഹനമില്ലാതെ വഴിയിൽ വീഴുകയും പഠിച്ചവരായി പഴയ തലമുറക്കാർ മാത്രം അവശേഷിക്കുകയും ചെയ്തു. ധാർമ്മിക കാര്യങ്ങളുടെ സ്ഥിതി ഇപ്രകാരമായപ്പോൾ സാമ്പത്തിക നില എന്തെന്ന് ചിന്തിക്കാവുന്നതേയുള്ളൂ. അന്ന് മദ്രാസിൻ്റെ ഭാഗമായിരുന്ന കൊച്ചി, തിരുവിതാംകൂർ എന്നിവിടങ്ങളിലെ നിയമങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കൂടുതൽ പ്രബലമായിരുന്ന നിയമങ്ങളിലൂടെ ജന്മിത്വ സമ്പ്രദായം ദൃഢമായിരുന്നു. ക്ഷേത്രം ഈ പ്രദേശത്തെ ഒരു പ്രധാന ജന്മിയായതുകൊണ്ട് അന്യ ആശ്രയം ഇല്ലാതെ തന്നെ എല്ലാ ചിലവുകളും യഥേഷ്ടം നടത്തിയിട്ടുണ്ടെങ്കിലും ഭൂപരിഷ്കരണ നിയമം വന്നതോടുകൂടി ഇതിനെല്ലാം വലിയ മങ്ങലേൽപ്പിക്കപ്പെട്ടു. കാലങ്ങൾ അങ്ങനെ കുറേ കടന്നുപോയെങ്കിലും ഭഗവത് ചൈതന്യത്തിൻ്റെ അനുഗ്രഹ വർഷത്താൽ ഭക്തജനങ്ങൾ, ഊരാളന്മാർ, ക്ഷേത്രത്തിലെ മറ്റു ജോലിക്കാർ തുടങ്ങിയവരുടെ വഴിപാടുകളും മറ്റും ഇവിടെ ധാരാളമായി നടന്നു വന്നു. ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണവും നവീകരണ കലശവും പോലും ഭക്തന്മാരുടെ വഴിപാടായി നടന്നു. ഒരു 3 പതിറ്റാണ്ടുകൾക്ക് മുൻപ് നടന്ന ജീർണോദ്ധാരണം ഇതിന് ദൃഷ്ടാന്തമാണ്. രജനി ജനിത ഗുരുജാകരരാഗ കഷായിതം ഇപ്പോൾ ക്ഷേത്രം ക്ലർക്കായ കാളിദാസേട്ടനാണ് നമ്മളോടൊപ്പം ഉള്ളത്.
ഓഫീസ് കാര്യങ്ങളെക്കുറിച്ചും വഴിപാടുകളെക്കുറിച്ചും പുതിയ പരിപാടികളെക്കുറിച്ചും വിശദീകരിക്കാമോ? അവിടെ ഏറ്റവും പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ ചൗതിശ്വരം എന്ന് പറഞ്ഞൊരു വലിയ വഴിപാട് നടക്കുന്നുണ്ട്. ജോലി സാധ്യത, അത് കുട്ടികൾ, സന്താനം, ഭാഗ്യം, വിവാഹം, അങ്ങനെ പ്രത്യേക നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും പ്രധാന വഴിപാടാണ്. എൻ്റെ അനുഭവത്തിൽ തന്നെ കുറേ ആൾക്കാർക്ക് അനുഭവം വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഞാൻ തന്നെ ഒരു ചൗതിശ്വരം കഴിച്ച ആളാണ്. പിന്നെ പ്രധാന വഴിപാട് എന്ന് പറഞ്ഞാൽ നെയ്വിളക്ക്, ചുറ്റുവിളക്ക്, വലിയ ചുറ്റുവിളക്കുണ്ട്, ചെറിയ ചുറ്റുവിളക്കുണ്ട്, പിന്നെ സന്താനഗോപുരം, പുഷ്പാഞ്ജലികൾ, അങ്ങനെ ഐറ്റംസ് കൂടുതലായിട്ടുണ്ട്. തിരുമധുരം, പിന്നെ വെണ്ണ നിവേദ്യം, എല്ലാ വഴിപാടും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഭക്തരോട് എല്ലാവരും ഇവിടെ വരുന്ന ഒരു ഭക്തർ വെച്ചാൽ അധികം ഇവിടെ വന്നാൽ പിന്നീട് അധികം ആളും അടുത്തുള്ളതിനെക്കാട്ടും കൂടുതലായിട്ട് ഒരു പ്രാവശ്യം വന്ന ആൾക്കാർ വീണ്ടും വീണ്ടും ആയിട്ട് വരാനുള്ള ഉണ്ട്. ഇനിയിപ്പം പുതിയതായിട്ടുള്ള വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു വിവാഹം നടത്തുന്നുണ്ട്, പിന്നെ ചോറൂണുണ്ട്. നമ്മൾ ഗുരുവായൂരൊക്കെ ചെയ്യുന്ന എല്ലാ വഴിപാടുകളും നടത്താറുണ്ട്. കൊറോണ കാലത്തടക്കം ഇവിടെ വഴിപാട് വന്നിട്ട് അടയ്ക്കാത്തൊരു അമ്പലം ഉണ്ടെങ്കിൽ ചാത്തമരം സന്താനഗോപാല ശിവക്ഷേത്രമേ ഉള്ളൂ. ഒരു കാലത്ത് ഞങ്ങൾ എല്ലാവരും, ഞങ്ങൾക്കാരും കൊറോണ പിടിച്ചിട്ടുമില്ല. അങ്ങനത്തെ ഒരു അനുഭവം കൂടി പറയാനുണ്ട്. പിന്നെ കുറച്ച് സംഗതി കൂടിയൊക്കെ നടത്താറുണ്ട്. ഭക്തരെ വക തന്നെ ഇവിടെ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ നടക്കലുണ്ട്. എനിക്ക് തന്നെ നല്ല അനുഭവങ്ങളാണ്. എന്ത് കാര്യം വിചാരിച്ചാൽ സാധിക്കുന്ന ഒരു അമ്പലമാണ്. നമ്മൾ കണ്ടാൽ വിചാരിക്കും ഈ അമ്പലത്തിന് എന്താണത്, പക്ഷേ വിചാരിക്കാതെ വഴിപാട് കുറവുള്ള ദിവസമാകുമ്പോൾ അപ്പം രാത്രിയായിട്ട് അപ്രതീക്ഷിതമായിട്ടും എൻ്റെ ഫോണിലേക്ക് ആൾ വിളിക്കും വഴിപാട്. അങ്ങനത്തെ അനുഭവങ്ങൾ കൂടുതലുള്ള ഒരു അമ്പലമാണ്. ക്ഷേത്രത്തിൽ കല്യാണ മണ്ഡപ നിർമ്മാണത്തെക്കുറിച്ച് കേട്ടല്ലോ, അതേക്കുറിച്ച് വിശദീകരിക്കാമോ? ഒരു കല്യാണ മണ്ഡപം ഇവിടെ തുടങ്ങുന്നുണ്ട്. അത് കുറച്ച് കാലത്തിൻ്റെ ഇടയിൽ അത് നടക്കുന്നുള്ള കാര്യത്തിൽ അത് എൻ്റെ ഒരു പോരായ്മ മാത്രമേ പെടുന്നു. അല്ലാതെ കല്യാണം നടക്കൽ വെച്ചിട്ടാണ് നടക്കൽ. അപ്പം കല്യാണത്തിൻ്റെ ഒരു സൗകര്യം നോക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഭക്തരെ വകയോ സഹായങ്ങളൊക്കെ കിട്ടിയാൽ ഉടനടി നോക്കും. അതിനനുസരിച്ചുള്ള ഇവിടെ ചെയ്യുന്ന സാമ്പത്തികമായിട്ടൊക്കെ കുറച്ച് കൂടിയാൽ എല്ലാ കാര്യങ്ങളും ഉടനടി തീർക്കാൻ നല്ല അഭിപ്രായങ്ങൾ. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ട മറ്റൊരു കഥ കൂടി പറയാനുണ്ട്. ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ വിരിച്ചിരുന്നതെന്ന് പറയപ്പെടുന്ന ഒറ്റവരിക്കല്ല് ക്ഷേത്രത്തിന്റെ വടക്കുഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന 1 കിലോമീറ്ററിൽ താഴെയായി ഉള്ള സ്ഥലത്തു നിന്നും കൊണ്ടുവരുന്നതിനായി ഭക്തജനങ്ങളിൽ പലരും കഠിനമായി ശ്രമിച്ചെങ്കിലും അത് കൊണ്ടുവരിക അസാധ്യമാണെന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോന്നു. പിന്നീട് ഒരു ഭക്തൻ ആ വഴി പോകുമ്പോൾ പീലി ചൂടി തേജസ്സുറ്റ ഒരു ബാലൻ ആ കല്ല് കാലുകൊണ്ട് തള്ളി നീക്കുന്നതായി കണ്ടു. അദ്ദേഹം സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ ബാലൻ അവിടെ നിന്നും മറഞ്ഞു. പിറ്റേ ദിവസം പുലർന്നപ്പോൾ ആ കല്ല് ക്ഷേത്രപ്പറമ്പിൽ എത്തിച്ചേർന്നതായി കണ്ടു. സ്വയം നിർമ്മിതമായ ഗർഭഗൃഹത്തിൽ ശംഖചക്ര ഗദാപത്മധാരിയായി ഭഗവാൻ ശ്രീകോവിലിൽ കുടികൊള്ളുന്നു. ഭഗവാന്റെ കാലു പതിഞ്ഞ ഈ സ്ഥലം പിന്നീട് ഭഗവാൻ കാലടി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. ഇന്ന് ഏകദേശം 4 ഏക്കറിലായി ഒതുങ്ങിപ്പോയിരിക്കുന്നു ഈ സ്ഥലം. അടുത്തതായി നമ്മളോടൊപ്പം ഉള്ളത് തങ്കമണി ടീച്ചറാണ്. ടീച്ചർ ഈ ക്ഷേത്ര കുടുംബത്തിലെ ഒരു അംഗമാണ്. ടീച്ചറുടെ ഒരു അനുഭവ കഥ നമ്മളുമായി പങ്കുവയ്ക്കുന്നതാണ്. വളരെ പഴക്കം ചെന്ന ഗുരുവായൂർ അമ്പലത്തിനോട് കിടപിടിക്കുന്ന ഒരു ക്ഷേത്രമാണ് നമ്മുടെ ചാത്തമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം. ഒരുപാട് ഐതിഹ്യ കഥകൾ നമ്മുടെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം പണ്ട് ഒരു 1983-4 ആണെന്ന് തോന്നുന്നു, പണ്ട് ഇവിടെ ഒരു കള്ളൻ കയറി ഭഗവാന്റെ വിഗ്രഹം എടുത്ത് പുറത്തു വെച്ചു. മേൽശാന്തി വന്ന് നോക്കുമ്പോൾ വിഗ്രഹം കാണുന്നില്ല. അങ്ങനെ എല്ലാവരെയും അറിയിച്ചു, ഊരാളന്മാരെയൊക്കെ അറിയിച്ചു. അവർ വന്നു, പോലീസൊക്കെ എത്തി. അപ്പം നോക്കുമ്പോൾ വിഗ്രഹം ഇവിടെ പുറത്തന്നെ ഉണ്ട്. ആ വിഗ്രഹത്തിന് ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല. കൂടാതെ ഒരു സാധനം ഇവിടെ നിന്ന് കളവ് പോയതായിട്ടും കണ്ടിട്ടില്ല. അന്ന് നമുക്ക് മനസ്സിലായി ഭഗവാന് ഈ ചാത്തമംഗലം ദേശം വിട്ടുപോകാൻ ഒരു താല്പര്യവുമില്ല. ചാത്തമംഗലത്തുകാരുടെ എല്ലാ രക്ഷകനുമായിട്ട് നമ്മുടെ ചാത്തമംഗലത്തപ്പൻ ഉണ്ടാവും എന്നുള്ള ഒരു കാര്യം എല്ലാ ഭക്തജനങ്ങൾക്കും അന്ന് മനസ്സിലായി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എ സ്റ്റാർ ഗാർഡൻ ഹോസ് ആൻഡ് പോളിമേഴ്സ്, കുന്നമംഗലം, കോഴിക്കോട്. സേക്രഡ് ഹാർട്ട് നാഷണൽ സ്കൂൾ, ജോയ് നഗർ, ചാത്തമംഗലം. Admission started to LKG to 10th standard and +1-+2 classes. Hostel facilities provided to girls and boys. Sacred Heart National School, Joy Nagar, Chathamangalam, Kozhikode. എൻ്റെ തറവാട് ക്ഷേത്രമായ കക്കോട്ടിരിടം ക്ഷേത്രത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രദേശത്തിന് കക്കോട്ടിരി എന്ന് പേര് വന്നത്.
ഈ ക്ഷേത്രത്തിന് ഏകദേശം 1500 വർഷത്തോളം പഴക്കമുണ്ട്. പുരാതന കാലത്ത്, പഴയകാലത്ത് തിറ ആരംഭിക്കുന്ന സമയത്ത് കക്കൂട്ടിരിക്കാവിൽ നിന്ന് തുടങ്ങി കോട്ടോൽ കാവിൽ അവസാനിക്കുക എന്നതായിരുന്നു പഴയകാലത്തെ സമ്പ്രദായം. പക്ഷേ വടക്കേ മലബാറിലെ പഞ്ചാംഗമനുസരിച്ച് മേടം ആദ്യം വരുമ്പോൾ കക്കൂട്ടിരിക്കാവിലെ തിറയാണ് ആദ്യം വരുന്നത്. അതേസമയം ഇപ്പോഴുള്ള കാലഗണന പ്രകാരം ഇംഗ്ലീഷ് കലണ്ടർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ കോട്ടോൽ കരിയാത്തൻകാവിലെ ഉത്സവം തുടങ്ങിയിട്ട് കക്കൂട്ടിരിക്കാവിൽ അവസാനിക്കുക എന്നും പുതുമക്കാരായ ജനങ്ങൾ പറഞ്ഞു വരുന്നുണ്ട്. ഏതായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുന്നത് ആദ്യം നമ്മുടെ വടക്കേ മലബാറിലെ കലണ്ടർ അനുസരിച്ച് കക്കൂട്ടിരിക്കാവിൽ തുടങ്ങി കോട്ടോയിൽ കരിയാത്തൻകാവിൽ അവസാനിക്കുന്ന രൂപത്തിലായിരുന്നു പഴയകാലത്ത് നമ്മുടെ തിറ ഉത്സവങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്നത്. കക്കൂട്ടിരിക്കാവിനെ സംബന്ധിച്ച് പറയുമ്പോൾ 1500ഓളം വർഷം പഴക്കം ഈ കാവിനുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോർലാതിരിയുടെ പ്രധാന പടനായകന്മാരായിരുന്ന കക്കൂട്ടിരിടം നായന്മാരുടെ ആസ്ഥാനം ആയിരുന്നു ഈ കക്കൂട്ടിരി ക്ഷേത്രം. നേരത്തെ കക്കൂട്ടിരിടം പടനായരുടെ പ്രധാന സേനാ അംഗങ്ങളായിരുന്നു മേലേപ്പടം, അയിമ്പളത്ത്, തോരണാംകുന്നത്ത്, കരുവാരപ്പറ്റ നായന്മാർ. ഇവിടെ ഒരു തൂണുണ്ട് എന്ന് പറഞ്ഞാൽ ആ തൂണ് കക്കോട്ടിക്കാവിൽ നിന്ന് കൊണ്ടുവന്നതാണ്. മേലേപ്പടത്തിൽ കാരണവരും തോരണത്തെ കാരണവരും കൂടി കൊണ്ടുവന്നതാണ്. കക്കോട്ടിക്കാവിൽ നിന്ന് കടലിക്കേണ്ടി മുക്കിലെത്തിയപ്പോൾ മറ്റേയാൾക്ക് മടക്കിയിരിക്കാനും മുട്ടിയപ്പം ഇവിടുത്തെ കാരണവർ തോളിൽ വെച്ചിട്ടത്. അയാൾ കഴിഞ്ഞ് ഇവിടെ നേരെ വന്ന് ഇവിടെ വെച്ച് വെടി വെച്ചാൽ മറ്റേ മടക്കിരുന്ന് എണീച്ചത്. അങ്ങനെയുള്ള ആള് ഈ ഇവിടെ ആയോധന കല പഠിച്ച ആൾക്കാരായിരുന്നോ ഈ കളരി അഭ്യാസങ്ങളല്ലേ? ആണല്ലേ, കളരി അഭ്യാസം പഠിച്ച ആൾക്കാരായിരുന്നു എല്ലാവരും. പത്തനാട്ട് പഠിച്ച ഒരാളുള്ളൂ. ഇവരുടെ യുദ്ധങ്ങളിലൊക്കെ തന്നെ ഇവരോടൊപ്പം ചേർന്ന് കക്കൂട്ടിയുടെ നായന്മാരോടൊപ്പം ചേർന്ന് യുദ്ധങ്ങളിൽ അസാമാന്യമായ കഴിവ് പ്രകടിപ്പിച്ചിരുന്നവരായിരുന്നു. പഴയകാലത്ത് നാടുവാഴി ജന്മി സമ്പ്രദായത്തിലായിരുന്നതുകൊണ്ട് അന്ന് ഈ കാവിന് കീഴിൽ എല്ലാ സമുദായത്തിൽപ്പെട്ട ആളുകൾക്കും അവർ അർഹമായ സ്ഥാനം നൽകിയിരുന്നു. അതുപോലെ തന്നെ ചാത്തമംഗലം ത്രയാട്ട് കലാസമിതിയുടെ പ്രധാന ആളുകളായ കാരയിൽ തറവാട്ടുകാർക്ക് തറകുത്തിയ അവകാശം നേരത്തെ നൽകിയിരുന്നു. അവർ തിറയാടുന്ന എല്ലാ കാവുകളിലും തിറ കുറിക്കുക എന്ന സമ്പ്രദായം നിലവിലുണ്ട്. കാരണം കക്കൂട്ടിയിടം നായർ പോയിട്ട് തിറ കുറച്ചാൽ മാത്രമേ കാരയിൽ പിന്നെ പെരുവണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ ആ കാവുകളിൽ തിറ ആടാറുള്ളൂ. അങ്ങനെയായിരുന്നു പഴയ സമ്പ്രദായം. കക്കൂട്ടിയിടം നായന്മാരുടെ പ്രധാന കളരി നിന്നിരുന്നത് കളരിക്കണ്ടി എന്ന പ്രദേശത്താണ്. അങ്ങനെയാണ് ആ പ്രദേശത്തിന് കളരിക്കണ്ടി എന്ന പേര് വരുന്നത്. കളരിക്കണ്ടിയിൽ നിന്ന് കളരി അഭ്യസിച്ച് അവർ പോർലാതിരിക്ക് വേണ്ടി പ്രധാന പടനായക സ്ഥാനം വഹിച്ചിരുന്നു. പോർലാതിരിയും സാമൂതിരിയുമായുള്ള യുദ്ധത്തിൽ പടനിലത്ത് വെച്ച് 1000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന യുദ്ധത്തിൻ്റെ പേരിലാണ് പടനിലത്തിന് ആ പേര് വരാൻ ഇടയായത്. പ്രധാന മൂർത്തികളായ അറയിൽ ഭഗവതി, മൂവന്തിക്കാളി, കരിയാത്തൻ, കരുമകൻ എല്ലാവരും തന്നെ യുദ്ധദേവതകളാണ്. യുദ്ധമായി അക്കാലത്ത് പ്രധാനം കളരി അഭ്യാസമായിരുന്നു. സാമൂതിരിക്ക് പോർലാതിരിയെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ചരിത്രം പറയുന്നത് അവസാനം പോർലാതിരിയെ ചതിയിലൂടെയാണ് സാമൂതിരി തോൽപ്പിക്കുന്നത്. അതിനെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ ഇവിടെ വിസ്തരിക്കുന്നില്ല. ഏതായാലും പോർലാതിരിയുടെ ചരിത്രത്തിൽ പ്രധാന സ്ഥാനം വഹിച്ചിരുന്ന പടനിലം, കളരിക്കണ്ടി എന്നീ പ്രദേശങ്ങൾ കക്കൂട്ടിയിടവുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളാണ്. ഇതിനടുത്തുള്ള മറ്റൊരു പഞ്ചായത്തായ ചാത്തമംഗലം പഞ്ചായത്തിലെ നിരവധി ഭൂമികളും അന്നത്തെ കക്കൂട്ടിയിടം നായന്മാരുടെ കൈവശമുണ്ടായിരുന്നു. ചാത്തമംഗലം പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട അമ്പലങ്ങളൊന്ന് ചാത്തമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം, മറ്റൊന്ന് കോട്ടോയിൽ കരിയാത്തൻകാവ്, അതുപോലെ തന്നെ ഇരിങ്ങാടൻകുന്ന് മഹാവിഷ്ണു, അരീക്കുളങ്ങര ഭഗവതി ക്ഷേത്രം, ഉളക്കോട് നരസിംഹസ്വാമി ക്ഷേത്രം, മലയമ്മ ശിവക്ഷേത്രം തുടങ്ങി ഒട്ടേറെ അമ്പലങ്ങൾ ഈ ചാത്തമംഗലത്ത് ഉണ്ടായിരുന്നു. കളരിക്കണ്ടിയിലെ കളരിക്ക് 15 ഏക്കറോളം സ്ഥലത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ ഭഗവതി കോട്ടയും അതിനടുത്തായിട്ടുണ്ടായിരുന്നു.
ഭൂപരിഷ്കരണ സമ്പ്രദായം വന്നതോടുകൂടി ഈ ഭൂമികളെല്ലാം നഷ്ടപ്പെട്ടു. അതിനു മുമ്പേ തന്നെ ബ്രിട്ടീഷ് ഭരണത്തിൽ കളരി നിരോധിച്ചത് കാരണം ആ കളരിയുടെ ആയോധനാ രംഗത്തുള്ള പ്രവർത്തനങ്ങളും നിലനിന്നു പോയിരുന്നു. ആയോധനാ രംഗത്ത് കിട്ടുന്ന ഒരു സ്ഥാനമായിരുന്നു പണിക്കർ സ്ഥാനം. അങ്ങനെയാണ് കക്കോട്ടിയിടം നായർ കളരിക്കണ്ടിയിലെ കളരിയിൽ നിന്നായിരുന്നു പണിക്കർ സ്ഥാനം ഏറ്റുവാങ്ങിയിരുന്നത്. അത്രത്തോളം പ്രാധാന്യമുള്ള ആ കളരി പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബ്രിട്ടീഷുകാരുടെ കളരി നിരോധനവും ഭൂപരിഷ്കരണവും ആ കളരിയുടെ പ്രാധാന്യത്തെ ചരിത്രത്തിൽ നിന്ന് ത്യജിക്കുന്ന രൂപത്തിലേക്ക് എത്തിച്ചേർന്നു. പഴയകാലത്ത് കക്കോട്ടിയിടം നായന്മാരുടെ ജന്മിത്വത്തിന് നാടുവാഴിത്തത്തിന് കീഴിൽ 4000 ഏക്കറോളം ഭൂമിയും 2000 ഏക്കറോളം വയലും അടങ്ങിയതായിരുന്നു. അതൊക്കെ തന്നെ അവർ അന്ന് നാടുവാഴിയായിരുന്ന സമയത്ത് ഈ നാടുവാഴിയായിരുന്ന സമയത്ത് അവർ ചെയ്തിരുന്നത് ഈ ദേവന് അടിയറ വെച്ചുകൊണ്ട്. കാരണം പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ പത്മനാഭസ്വാമിക്ക് അടിയറ വെച്ചതുപോലെ സത്യസന്ധമായി നീതിയുക്തമായി കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി തങ്ങളുടെ സ്വത്തുക്കൾ മുഴുവൻ കരുമകന് അടിയറ വെച്ചുകൊണ്ടാണ് കക്കോട്ടിയിടം നായന്മാർ അക്കാലത്ത് തുടർന്നു വന്നിരുന്നത്. അത് പിന്നെ നമ്മുടെ ഭൂപരിഷ്കരണ സമ്പ്രദായത്തിൻ്റെ ഭാഗമായി അത്തരം കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിലും കുറച്ചു കാലങ്ങളിൽ കാവിന് പ്രയാസം അനുഭവപ്പെട്ടിരുന്നു. ആ പ്രയാസങ്ങൾ തരണം ചെയ്തുകൊണ്ട് ഇപ്പോൾ കുടുംബക്കാരുടെയും ജനങ്ങളുടെയും സഹകരണത്തോടുകൂടി നല്ല രൂപത്തിൽ എല്ലാവിധ കാര്യങ്ങളും അമ്പലത്തിൽ നടന്നു വരുന്നുണ്ട്. കക്കോട്ടിയിടം നായർ പഴയ നാടുവാഴിയായതുകൊണ്ട് കക്കോട്ടിയിടം ക്ഷേത്രത്തിൽ ഹിന്ദു സമുദായത്തിലെ എല്ലാ സമുദായങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് അവർക്ക് സ്ഥാനങ്ങൾ കൽപ്പിച്ച് നൽകിയിരുന്നു. ചാത്തമംഗലം പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ മണ്ണിലടം തറവാടിനെ സൂചിപ്പിക്കാതെ ചാത്തമംഗലത്തിൻ്റെ ചരിത്രം പൂർണ്ണമാവുകയില്ല. ചാത്തമംഗലം, കുന്നമംഗലം, പെരുവയൽ, കൊടിയത്തൂര്, മുക്കം, കാരശ്ശേരി, പുതുപ്പാടി എന്നീ പഞ്ചായത്തുകളിലായി അനേകായിരം ഏക്കർ ഭൂസ്വത്തിൻ്റെ ഉടമയായിരുന്നു മണ്ണിലടം തറവാടുകാർ. സാമൂതിരി രാജാവ് 5000 പ്രഭു കർത്തൃസ്ഥാനം നൽകി ആദരിച്ചവരായിരുന്നു മണ്ണിലടത്ത് തറവാടുകാർ. മണ്ണിലടത്ത് തറവാടിനെ സംബന്ധിച്ചിടത്തോളം നിരവധി ക്ഷേത്രങ്ങളുടെ ഉടമകളാണ് അവർ. പഴയ കാലത്ത് ആന സ്വന്തമായി ഉണ്ടായിരുന്ന തറവാടുകളിലൊന്നായിരുന്നു മണ്ണിലടം തറവാട്ടുകാർ. ചാത്തമംഗലം പ്രദേശത്ത് മണ്ണിലടം തറവാട്ടിനെ പറ്റി പറയുന്ന സമയത്ത് ഞാൻ ആ മണ്ണിലടം തറവാട്ടിലെ ഒരു അംഗമാണ്. എൻ്റെ അമ്മാവൻ വിശ്വനാഥൻ ഉണ്ണി നായരാണ് ഇപ്പോഴത്തെ അവിടുത്തെ കാരണവർ. നമ്മുടെ പ്രദേശത്തെ തന്നെ പ്രസിദ്ധമായ ഒരു നായർ തറവാടായിരുന്നു മണ്ണിലടം തറവാട്. സാമൂതിരിയുടെ കീഴിൽ നാട്ടുവംശത്തിലെ രാജാക്കന്മാരെ നിശ്ചയിച്ച സമയത്ത് മണ്ണിലടം തറവാട്ടിന് ഒരു നാട്ടവകാശം നൽകുകയും 21 ദേശത്തിൻ്റെ നാട്ടവകാശമാണ് മണ്ണിലടം തറവാട്ടിനുള്ളത്. അനവധി ക്ഷേത്രങ്ങളും മറ്റ് അനവധി സ്ഥലങ്ങളും നമുക്ക് പതിച്ചു കിട്ടുകയുണ്ടായി. അങ്ങനെ നമ്മുടെ ഓർലാതിരിയും സാമൂതിരിയും 2 വിഭാഗത്തിൽ 2 മെയിൻ രാജാക്കന്മാർ അവരുടെ കീഴിൽ പോർലാതിരിയുടെ കീഴിൽ മണ്ണത്തൂർ തറവാടും സാമൂതിരിയുടെ കീഴിൽ നമ്മുടെ മണ്ണിലടം തറവാടും, 2 തറവാട്ടുകാർ വളരെ പ്രസിദ്ധമായിട്ട് ആ പ്രദേശത്തെ നയിച്ചു പോകുന്നു. മണ്ണിലടത്ത് പറയുന്ന സമയത്ത് 21 ദേശത്തിൻ്റെ അധിപന്മാരായിട്ടാണ് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. മണ്ണിലടം തറവാട്ടിലെ ആണുങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം ഉള്ള ആളെ ആണ് പട്ടും വളയും നൽകി സാമൂതിരി അരിയിട്ട് വാഴ്ച നടത്തി വലിയ നായരാക്കുന്നത്. പിന്നെ അദ്ദേഹത്തിനാണ് ഇതിൻ്റെ പരമാധികാരം. അങ്ങനെ വലിയ നായരായി അരിയിട്ട് വാഴ്ച നടത്തി കഴിഞ്ഞാൽ അദ്ദേഹം മണ്ണിലടത്തത്തിന് കീഴിലുള്ള
യൂണിവേഴ്സിറ്റിക്ക് അടുത്തുള്ള ചൊവ്വേലിടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പിന്നെ അദ്ദേഹം അവിടെയാണ് അദ്ദേഹത്തിൻ്റെ വാസങ്ങളും കാര്യങ്ങളും എല്ലാം. ഇവിടെ രണ്ടാമത്തെ ആളാണ് ഈ കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കുന്നുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷുകാർ മാലിഖാൻ എന്ന പേരിൽ ഇവിടെ ഈ രാജവംശത്തിനൊക്കെ ഒരു മാലിഖാൻ കൊടുത്തിരുന്നു. അപ്പം ഇപ്പോഴത്തെ കാരണവരായിട്ടുള്ള വിശ്വനാഥൻ ഉണ്ണി നായരാണ് ആ മാലിഖാൻ വാങ്ങിക്കുന്നത്. ജില്ലാ കളക്ടർ നേരിട്ട് ആണ് ഈ മാലിഖാൻ കൈമാറുക. എല്ലാ വർഷവും കളക്ട്രേറ്റിൽ പോയിട്ട് അദ്ദേഹം അത് വാങ്ങിക്കുന്നുണ്ട്. കരിവില്ലിയാണ് കുലദേവത. എങ്കിലും ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടുന്നതും പരദേവതയായിട്ട് കൊണ്ടു നടക്കുന്നതും അറയിൽ ഭഗവതി മോന്തിക്കളിയാണ്. ദേശത്തെ എല്ലാ ക്ഷേത്രത്തിലും മെയിനായിട്ടുള്ള ദേവീക്ഷേത്രങ്ങളുണ്ട്. അത് കൂടാതെ മറ്റ് വിഷ്ണു ക്ഷേത്രത്തിൽ, ശിവക്ഷേത്രത്തിലെല്ലാം തന്നെ ഒന്നുകിൽ മുഖമണ്ഡപത്തിലായിരിക്കും നമ്മുടെ അറയിൽ ഭഗവതി മോന്തിക്കളിയെയും കുടിയിരുത്തിയിട്ടുള്ളത്. അവിടെ ഇപ്പോൾ കുടിയിരുത്തിയിരിക്കുന്നത് അതിൻ്റെ മണ്ഡപത്തിലാണ്. അവിടെ പടിഞ്ഞാറ്റയിലായിരുന്നു ആദ്യം കുടിവെച്ചിരിക്കുന്നത്. കാലക്രമേണ ആ ബിൽഡിങ്ങുകളെല്ലാം നാമാവശേഷമായ സമയത്ത് ഇപ്പോൾ പുതുതായി ഒരു മണ്ഡപം നിർമ്മിച്ച് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ വെളിത്രം, അരീക്കുളങ്ങര ക്ഷേത്രം, പൂളക്കോട് ക്ഷേത്രം, ശ്രീപോർക്കലി ക്ഷേത്രം, കൂടൽ ഗൗതമംഗലം ക്ഷേത്രം, പെരിങ്ങളം ദുർഗാവതി ക്ഷേത്രം തുടങ്ങിയിട്ട് അനവധി ക്ഷേത്രങ്ങൾ മണ്ണിടത്തിൻ്റേതായിട്ട് ഉണ്ടായിരുന്നു. കാലക്രമത്തിൽ അവയെല്ലാം പ്രാദേശികമായിട്ടുള്ള സമിതികൾക്ക് വിട്ടുകൊടുക്കുകയും നല്ല രീതിയിൽ വളരെ ഭംഗിയായി നടന്നു വരികയും ചെയ്യുന്നു. നമ്മുടെ മണ്ണിലിടം തറവാട്ടിൽ പിറന്ന കുട്ടികളെ ഉണ്ണിനായരെന്നും പെണ്ണുകൾ എന്നും നാമകരണം പേരിൻ്റെ നാമകരണം ചെയ്തിട്ടുണ്ട്. നടക്കുന്നത് ഈ മച്ച മുമ്പിൽ കാലത്ത് ദേവട്ടം പോലുള്ള സാമൂതിരി നടത്തുന്ന വിദ്വത് സദസ്സിലെല്ലാം തറവാട്ടിന് സ്ഥാനമുണ്ടെന്നും അത് പങ്കാറുണ്ടായി. കൂടെ നമ്മളെ ക്ഷേത്ര കൂടി കഥകളി തുടങ്ങിയിട്ടുള്ള കലകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ നാടകശാല തുടങ്ങിയിട്ടുള്ള ബില്ലുകൾ ഈ മണ്ണിലിടം തറവാട്ടിലുണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ അനവധി സ്വത്തുക്കൾ വശം വെച്ചിരുന്ന മാപ്പിളമാർ താമസിക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ പുരകളായിരുന്നു. അവരവിടെ വന്ന് പോവുക. പാട്ടുന്ന് കല്യാണം കഴിക്കുന്നത് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും അതേ രീതിയിൽ തന്നെ നമ്മുടെ കോവിലങ്ങളിലേക്കുമായിരുന്നു. അവർക്കെല്ലാം വന്നു കഴിഞ്ഞാൽ താമസിച്ച് അവരുടെ ഉപാസന നടത്തുന്നതിന് വേണ്ടി മഠം ഉണ്ടായിരുന്നു. അതേ രീതിയിൽ തന്നെ വിദ്യാഭ്യാസത്ത് പടിഞ്ഞാറെ പഠിപ്പുര താഴെക്കാരുണ്ടെങ്കിൽ എല്ലാം ഭക്ഷണം കൊടുക്കുന്ന ഒരു ചടങ്ങ് ഉണ്ടായി. ഇതെല്ലാം അവിടെ ഇപ്പോഴത്തെ നാമയെങ്കിലും
നമ്മുടെ പഴമകളുടെ വേരുകൾ തേടി പോകുന്ന സമയത്ത് മണ്ണിലിടം തറവാട്ടിൻ്റെ കാൽപ്പാടുകൾ വിസ്മരിക്കാൻ നമുക്ക് സാധിക്കില്ല. ഇത്രയും എൻ്റെ അറിവിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വിനീർ പോയിന്റ് നിയർ ചാത്തമംഗലം ജുമാ മസ്ജിദ്, മുക്കം റോഡ്, വെസ്റ്റ് ചാത്തമംഗലം. ഗുണമേന്മയുള്ള ഇന്ത്യൻ വിദേശ നിർമ്മിത ബ്രാൻഡുകൾ, പ്ലൈവുഡ്, WPC, PVC ബോർഡ്, ലാമിനേറ്റ്, കിച്ചൺ ആക്സസറീസ്, വിനീർ, WPC ഡോർ ഫ്രെയിം എന്നിവയുടെ വിപുലമായ ശേഖരം. ഇവയെല്ലാം ഫാക്ടറി വിലയിൽ ലഭിക്കുന്നതാണ്. ചാത്തങ്കോട് മലയിൽ നിന്നാണ് ചാത്തമംഗലം എന്നുള്ളത്. ചാത്തങ്കോട് മല എന്ന് പറഞ്ഞാൽ കുട്ടിച്ചാത്തന്മാരുടെ ആവാസ കേന്ദ്രമായിട്ടുള്ളതാണ്. ഇവിടെ പർപ്പൂരടത്തിൽ കുട്ടിച്ചാത്തന്മാരുടെ ക്ഷേത്രമുണ്ട്. അവരുടെ അധീനത്തിലുള്ള സ്ഥലമാണ് ഈ ചാത്തങ്കോട് മല. അവിടെ അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ അമ്പലം ഉണ്ടായിരുന്നത്. 108 ശിവാലയത്തിലെ ശിവാലയം ചാത്തങ്കോട് മലയുടെ ബേസ് ലൈനിലാണ് ആ അമ്പലം ഉണ്ടായിരുന്നത്. അതിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഈ ചാത്തങ്കോട് മല പോകുന്നത്. അതിൻ്റെ ബേസ് ലൈനിലാണ് ഈ 108 ശിവാലയത്തിൽ ശിവാലയം ഉണ്ടായതും. അത് നഷ്ടപ്പെട്ടിട്ട് 1000 കൊല്ലമായി. തടംപറമ്പ് എന്നുള്ള പേരിലാണ്. അതിൻ്റെ ജന്മി പാടേരി ഇല്ലക്കാരാണ്. ഏറേഷ് പ്രകാരമുള്ള ജന്മി പാടേരി ഇല്ലക്കാരാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് കിഴക്ക് ഭാഗത്തായിട്ടാണ് ഭഗവാൻ കാലടി ഉള്ളത്. ഭഗവാൻ കാലടിയിലായിരുന്നു പണ്ട് ശ്രീകൃഷ്ണ ക്ഷേത്രം. ഇപ്പം നമ്പൂരിമാർ എൻ്റെ മാനേജ്മെൻറ്റിൽ നടത്തുന്ന ചാത്തമംഗലം ശ്രീകൃഷ്ണ ക്ഷേത്രം നിലനിൽക്കുന്നത് അതിൻ്റെ ആ ഭാഗത്താണ്. ആദ്യം ഈ അമ്പലം നിലനിന്നത് ഈ ഭഗവാൻ കാലടിയിലായിരുന്നു. ഭഗവാൻ കാലടിയിൽ വെള്ളം കിട്ടുന്നില്ല. കുറച്ച് പൊങ്ങിയ സ്ഥലമായതുകൊണ്ട് വെള്ളം കിട്ടാത്തതുകൊണ്ട് അവിടെ ശ്രീകൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു കൊടുത്ത സ്ഥലമാണ് ഇപ്പോഴുള്ള ചാത്തമംഗലം അമ്പലം നിലനിൽക്കുന്ന ശ്രീകൃഷ്ണ ക്ഷേത്രം നിലനിൽക്കുന്ന സ്ഥലം. അവിടെ ഇപ്പം അവർ ഷിഫ്റ്റ് ചെയ്ത് അത് 1600 കൊല്ലം മുമ്പെയാണ്. 1600 കൊല്ലം മുമ്പേ നാരായണത്ത് ഭ്രാന്തൻ്റെ കാലഘട്ടത്തിലാണ് ചാത്തമംഗലം അമ്പലത്തിൻ്റെ പുനഃപ്രതിഷ്ഠ നടത്തിയത്. നാരായണത്ത് ഭ്രാന്തനാണ്. അതിൻ്റെ സൈറ്റ് പ്രപ്പോസ് ചെയ്തത് ശ്രീകൃഷ്ണനാണ്. അത് ഭഗവാൻ കാലടി എന്നുള്ള അതൊന്നും ഇപ്പോൾ ആരും ഇപ്പം വിശ്വസിക്കില്ല. അദ്ദേഹത്തിൻ്റെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് കണ്ട് എന്നൊക്കെ പറഞ്ഞൊക്കെ അത് ഇതാണെന്ന് ചരിത്രപരമായിട്ട് സ്വീകരിക്കില്ല. പക്ഷെ സംഭവം അങ്ങനെയാണ്. ആ ഭഗവാൻ കാലടിയിൽ ഭഗവാന്റെ ചവിട്ടടി പൊതിഞ്ഞ സ്ഥലമാണ് ഈ ഭഗവാൻ കാലടി എന്ന് പറഞ്ഞ് അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇപ്പം കാണുന്ന ചാത്തമംഗലം അമ്പലം നിൽക്കുന്ന സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്താണ്. ഈ ഭഗവാൻ കാലടിയുള്ള അവസരത്തിലാണ് ഈ 108 ശിവാലയത്തിൽ ശിവനും പാർവതിയും നീരാട്ടിന് പോകുന്ന സ്ഥലമാണ് NIT കോമ്പൗണ്ടിൻ്റെ മലയമ റോഡ്. മേലെ 12 ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡ് നിൽക്കുന്ന സ്ഥലത്ത് മേലെ 12 വെയിറ്റിംഗ് ഷെഡ് അവിടെ നിന്ന് മലയമ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കോണിൽ കാണുന്ന സ്ഥലത്താണ് വെണ്ണീരാംകുളം എന്ന് പറഞ്ഞിട്ടുള്ള കുളം നിലനിന്നത്. ചന്ത ബ്രിട്ടീഷുകാരുടെ കാലത്താണ് ചന്ത ഉണ്ടായത്. അത് ആഴ്ചയിൽ ഒരിക്കൽ എല്ലാവർക്കും ഒത്തുകൂടി താൻ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളെല്ലാം ചെലവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചന്ത അന്ന് നേരിട്ട് ഉൽപ്പാദകനും ഉപഭോക്താവും നേരിട്ട് ഫേസ് ടു ഫേസ് ആയിട്ട് യാതൊരു തട്ടിപ്പും വെട്ടിപ്പും ഇല്ലാതെ സാധനങ്ങൾ കൈമാറിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ചന്ത എന്ന് പറഞ്ഞത്. അത് ഈ ചാത്തമംഗലത്ത് ഇപ്പോൾ നിൽക്കുന്ന വില്ലേജ് ഓഫീസിലേക്ക് പോകുന്ന റോഡിൻ്റെ 2 ഭാഗത്താണ് ആ ചന്ത ഉണ്ടായിരുന്നത്. NIT 970 മുമ്പെയാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അത് കോഴിക്കോടായിരുന്നു ആദ്യം 2 വർഷം വെസ്റ്റിലായിരുന്നു അതിൻ്റെ ആദ്യത്തെ ഓഫീസ് ഫങ്ഷൻ ചെയ്തിരുന്നത്. അവിടുന്ന് ബിൽഡിംഗ് പണി കഴിഞ്ഞതിന് ശേഷം NIT ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് അത് ചാത്തമംഗലം എന്നുള്ള പേരിലായിരുന്നു NIT അറിയപ്പെട്ടിരുന്നു. അന്ന് കെട്ടാങ്ങ് യാതൊരാളും അറിയപ്പെടുന്ന സ്ഥലമായിരുന്നു. ഒരു പീഡിയ പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു കെട്ടാങ്ങ് എന്ന് പറഞ്ഞ സ്ഥലം. അതുകൊണ്ട് ചാത്തമംഗലം എന്നുള്ള പേരിലായിരുന്നു NIT. അന്ന് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും
ടീച്ചിങ്ങും നോൺ ടീച്ചിങ് ആയിട്ടുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ താമസിച്ചിരുന്നത് ചാത്തമംഗലത്തായിരുന്നു. ചാത്തമംഗലത്ത് 10 ഹോട്ടലുകൾ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. അതൊക്കെ ഇപ്പം നഷ്ടപ്പെട്ട് ഇപ്പോൾ ഒരു ഹോട്ടൽ പോലും ഇവിടെ തുറക്കാത്ത സ്ഥിതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. 2000 ആകുമ്പോഴത്തേക്ക് ചന്തയൊക്കെ ഇല്ലാതെയായിരിക്കുന്നു. അതിനു മുമ്പെയാണ് ഈ ചാത്തമംഗലത്തിൻ്റെ സംസ്കാരം നിശ്ചിതമായിട്ടുള്ള ചന്തയും പരിസരങ്ങളൊക്കെ നിലനിന്നിരുന്നത്. ഇവിടെ എല്ലാ രാഷ്ട്രീയക്കാരും ഇവിടെ നിന്നാണ് വളർന്നു വന്നത്. MLA കുട്ടീശ്വരൻ നായർ ഒക്കെ എല്ലാ പാർട്ടിക്കാരും മാർക്സിസ്റ്റ് പാർട്ടീൻ്റെ വെള്ളൂരുള്ള നേതാക്കന്മാർ മുഴുവനും വൈകുന്നേരമായാലും ചാത്തമംഗലത്തായിരുന്നു സമ്മേളിക്കാറ്. അത്രയും പ്രഭാവമുള്ള സ്ഥലമായിരുന്നു ചാത്തമംഗലം. ഈ പ്രാദേശികമായിട്ട് ഇവിടെ നായർപ്പടകൾ ഉണ്ടായിരുന്നു. പൊർളാദേവിക്ക് എമ്പാടും നായർപ്പടകൾ ഉണ്ടായിരുന്നു. ഈ പടനായകർ സ്ഥാനം കൊടുത്തിരുന്നു. നായന്മാരിൽ പടനായകർ സ്ഥാനം കൊടുത്തിട്ട് പ്രോത്സാഹിപ്പിച്ച് അങ്ങനെ 10,000-കണക്കിന് നായർപ്പടകൾ ഇവിടെ ഉണ്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു പടനായകർ സ്ഥാനമുള്ള കുടുംബമാണ് എൻ്റെതും. അത് കക്കോട്ടിരിക്കാരും അതിൽപ്പെട്ടിട്ടുള്ള കക്കോട്ടിരി കാവും മണ്ണത്തൂർ നായന്മാരും അതിൽപ്പെട്ടിട്ടുള്ളതാണ്. അതെ, ആദ്യം ഹൈദരാലിയായിരുന്ന ടിപ്പുവിൻ്റെ ഫാദറായിരുന്നു ഇവിടെ ആക്രമണം നടത്തി. അതിനുശേഷം ടിപ്പു സുൽത്താൻ വന്നിരുന്നു. അപ്പോൾ ടിപ്പു സുൽത്താൻ വന്ന് ഇവിടെ ഇപ്പം ചെത്തോട് പുഴയ്ക്ക് ഇപ്പം കാണുന്ന പുഴ പാലത്തിൻ്റെ അതേ സ്ഥാനത്ത് തന്നെ വേറെ പാലുണ്ടായിരുന്നു പഴക്കം ചെന്നിട്ടുള്ളത്. അത് അതിൻ്റെ 2 ഭിത്തികൾ മാത്രം പിന്നെ അവശേഷിച്ച് അതിൻ്റെ മുകളിൽ കൂടിയുള്ള സ്ട്രക്ചർ എന്തായിരുന്നെന്ന് ആർക്കും അറിയില്ല. രണ്ട് ഭാഗത്തും ഇപ്പം പാലം നിൽക്കുന്ന അതേ ഹൈറ്റിൽ വേറെ പാലുണ്ടായിരുന്നു. അത് മരം കൊണ്ടാണോ ഇരുമ്പോണ്ടാണോ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ആർക്കും അറിയില്ല. അത് നിന്നിട്ടുള്ള സ്ട്രക്ചർ ചെങ്കല്ലുകൊണ്ട് പടുത്തിട്ടുള്ള സ്ട്രക്ചർ ഉണ്ടായിരുന്നു. അത് 1962 ആ അവസരത്തിൽ പുതിയ പാലം നിർമ്മിക്കുന്ന അവസരത്തിൽ നഷ്ടപ്പെട്ടു പോയതാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുന്നത് 1959 മുതൽ 62 വരെയാണ്. ആ കാലത്തൊക്കെ തോണിയിലായിരുന്നു സ്കൂളിലേക്ക് പോയിരുന്നത്. കടവ് തോണിയിൽ. അന്ന് പാലത്തിൻ്റെ പണി നടക്കുന്നുള്ളൂ. അതിന് ശേഷമാണ് പാലം ഓപ്പൺ ചെയ്തത്. 62-ന് ശേഷമാണ് പാലം ഓപ്പൺ ചെയ്തത്. അത് പഴയ തലമുറയൊക്കെ ഈ പഴയ പാലം കണ്ടിട്ടുണ്ട്. ഗൗതമേശ്വരം എന്ന ക്ഷേത്രം ചുരൂർ സ്ഥിതി ചെയ്യുന്നുണ്ട്. പിന്നെ അഗസ്ത്യ മഹർഷി വന്നിട്ടുണ്ട്. അഗസ്ത്യ മഹർഷി സ്ഥാപിച്ചതാണ് തൃക്കടമണ്ണ അമ്പലം. ഇരുവഴിഞ്ഞി പുഴയുടെ നടുക്ക് അമ്പലം സ്ഥാപിച്ചിട്ടുണ്ട്. അത് ശ്രീരാമന്റെ കാലത്തിനേക്കാളും പഴക്കമുള്ളതാണ് ആ അമ്പലം. അത് ശിവനും പാർവതിൻ്റെ കല്യാണം ഹിമാലയത്തിൽ നടക്കുന്ന അവസരത്തിൽ ഹിമാലയം ദേവീദേവന്മാർ സമ്മേളിച്ച അവസരത്തിൽ താന്നുപോയി. അപ്പം തെക്കേ ഇന്ത്യ പൊന്തിപ്പോവുകയും ചെയ്തു. കടലിനോട് ചേർന്ന് നിൽക്കുന്ന തെക്കേ ഇന്ത്യ പൊന്താൻ പാടില്ല, ഹിമാലയം താഴാനും പാടില്ല. അതിനെ ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശിവലിംഗമായിട്ട് മഹർഷി അഗസ്ത്യ മഹർഷിനെ പറഞ്ഞയച്ച്. അപ്പോൾ ശിവന്റെ വിവാഹം കാണണമെന്ന് അതീവ സന്തോഷത്തിലിരിക്കുന്ന മഹർഷിക്ക് ദുഃഖം തോന്നിയ അവസരത്തിൽ അതിനെന്താ കാണാൻ പ്രയാസം, ശിവലിംഗത്തിൽ കൈവച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന ചടങ്ങുകളൊക്കെ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നിപ്പം നമ്മൾ ടെക്നോളജിയിൽ കാണുന്ന സ്ഥിതികൾ അന്ന് അഗസ്ത്യ മഹർഷി അവിടെ ഹിമാലയത്തിൽ നടക്കുന്ന കല്യാണം ഈ തൃക്കടമണ്ണ വെച്ച് കണ്ടെത്തുന്നുണ്ട്. അത്രയ്ക്ക് ടെക്നോളജി അന്നും പ്രബലമായിരുന്നു. അപ്പം ശിവൻ കൊടുത്തിട്ടുള്ള ശിവലിംഗം ആണ് ഇവിടെ കൊണ്ടുവന്ന് തലേന്ന് രാത്രി അഗസ്ത്യമൊഴി താമസിച്ച്. അതുകൊണ്ട് അഗസ്ത്യ മഹർഷി അവിടെ താമസിച്ചുകൊണ്ടാണ് അഗസ്ത്യമൊഴി എന്നുള്ള പേര് ആ സ്ഥലത്ത് നിന്ന് വന്നിട്ടുള്ളത്. അതിനുശേഷം പുലരുന്ന അവസരത്തിൽ അദ്ദേഹം കുളിക്കാൻ വേണ്ടിയിട്ട് ഇരുവഴിഞ്ഞിപ്പുഴ ഉത്ഭവിക്കുന്നത് വെള്ളരിമലയിൽ നിന്നാണ്. വെള്ളരിമലയിൽ നിന്ന് ഉത്ഭവിച്ച് തെക്കോട്ടൊഴുകി അഗസ്ത്യമൊഴി നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് മുക്കത്തെ പ്രദക്ഷിണം ചെയ്തിട്ട് ചാലിയാറിലാണ് ഈ പുഴ പോയിട്ട് ചെന്ന് ചേരുന്നത്. അതിൽ കിഴക്കോട്ട് ഒഴുകിയിട്ടുള്ള ഭാഗം അഗസ്ത്യമൊഴി തൊട്ട് തൃക്കുടമണ്ണ അമ്പലം നിൽക്കുന്ന സ്ഥലം വരെയുള്ളൂ. അതിനുശേഷം
മുക്കത്തെ പ്രദക്ഷിണിച്ച് മുക്കത്തിൻ്റെ 3 ഭാഗവും പുഴയാണ്. ഇതുകൊണ്ട് ഈ പുഴ നിൽക്കുന്ന സ്ഥലത്താണ് ഈ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത്. 3 ഭാഗം പുഴയാണ്. അപ്പം മുക്കത്തെ പ്രദക്ഷിണം ചെയ്തിട്ടാണ് ആ പുഴ പോകുന്നത്. അത്രയ്ക്കും വലിയ ചരിത്രപരമായിട്ടുള്ള പ്രഭാവം ഈ തൃക്കടവണ്ണ അമ്പലത്തിനുണ്ട്. അതിൽ ശ്രീരാമൻ്റെ കാലത്തുള്ളതാണ് ഈ അഗസ്ത്യമഹർഷി. രാമായണത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് അഗസ്ത്യമഹർഷി. ഈ ഗൗതമ മഹർഷി, പരശുരാമൻ തുടങ്ങിയിട്ടുള്ള ആൾക്കാരൊക്കെ ഈ രാമായണത്തിൽ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പിന്നെ ഗരമഹർഷി പ്രതിഷ്ഠിച്ച അമ്പലം നീലേശ്വരത്തുണ്ട്. 2 അമ്പലങ്ങൾ അവിടെ ഗരമഹർഷി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. രജനി ജനിത ഗുരുജാകരയാഗ കഷായിതം അലസനിമേഷം വഹസി നയന അനുരാഗമിവ